Hi, good afternoon. Hello, good afternoon. Done, sir. Good afternoon. Good afternoon. എല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞോ എല്ലാവരും? പ്രാക്ടീസ് ചെയ്ത് കഴിയാറായോ? Yes, sir. Okay, fine. Alright. So അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് പ്യൂർലി ഓൺ ദ MCQ പാർട്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ തന്നെ MCQ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ഫ്രം എനിവെയർ ഓവർ ദ സിലബസ്. നമ്മുടെ ടോട്ടൽ സിലബസിന്റെ അകത്തുള്ള ഏത് പാർട്ടിൽ നിന്ന് വേണമെങ്കിലും MCQസിന്റെ ഏരിയാസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി ഏരിയ ഓഫ് MCQ നമുക്കറിയാം ഓരോ സിനാരിയോയിലും നമുക്ക് വരുന്ന MCQ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ഒരു സിനാരിയോയിൽ എങ്ങനെയാണോ MCQ ചോദിച്ചത് ആ സെയിം രീതിയിൽ ആയിരിക്കില്ല അടുത്ത സിനാരിയോയിൽ വരുന്നുണ്ടാവും. ഇറ്റ് വിൽ ബി എൻറ്റയർലി ഇൻ എ ഡിഫറെന്റ് മാനർ. അപ്പൊ അതുകൊണ്ട് തന്നെ MCQs പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് പ്രോപ്പർലി തിയറിറ്റിക്കൽ നോളജ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ പഴയ തിയറി ഏരിയാസ് ആദ്യമേ റിവൈസ് ചെയ്യുക. നല്ല രീതിയിൽ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ MCQs പ്രാക്ടീസ് ചെയ്യുക. സോ ഇന്ന് റഫ്ലി അറൌണ്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, വിച്ച് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഹാഫ് ഓഫ് ദി റിവിഷൻ നമ്മൾ MCQs ഇന്ന് തന്നെ ചെയ്യും. 50 ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് 10 MCQ ക്വസ്റ്റ്യൻസ് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. So we will be practicing questions from every area over the syllabus. നമ്മുടെ സിലബസിന്റെ അകത്തുള്ള എല്ലാ ഏരിയാസിൽ നിന്നുള്ള MCQs നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് ഞാൻ പറഞ്ഞ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത്. സോ ഓരോരോ ഏരിയാസ് മിക്സ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ആൻ ഓവറോൾ പിക്ചർ അബൌട്ട് ദ ഹോൾ സിലബസ്. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് MCQs വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരുവിധ ഐഡിയാസ് ഉണ്ടാവും നിങ്ങൾക്ക്. എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എത്തിക്സിന്റെ ഏരിയ ആണ്. എത്തിക്സിന്റെ ഏരിയ എന്ന് ഒരു 90% ഒരു MCQ വരാനുള്ള ചാൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി എത്തിക്സിന്റെ ഏരിയ MCQ വരുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആൻഡ് സെയിം ഇസ് ദാറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ MCQ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. റിപ്പോർട്ടിംഗ് പാർട്ടി MCQ ചോദിച്ചാൽ നമ്മുടെ ലക്കാണത്. കാരണം റിപ്പോർട്ടിംഗ് പാർട്ടി എന്നുള്ള MCQs ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ആസ് കമ്പയർഡ് വിത്ത് അതർ ടു ഏരിയാസ്. എത്തിക്സ് നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് ത്രെഡ്സ്. പക്ഷേ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ പ്യൂർലി നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ അകത്ത് പഠിച്ചേക്കുന്ന ആ സ്റ്റാൻഡേർഡിന്റെ ബേസിസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. സോ കമ്പാരിറ്റീവ്ലി അവിടെ എളുപ്പമാണ്. സോ അപ്പോൾ ഓൾ ടുഗെദർ നമുക്ക് എല്ലാ ഏരിയാസിലെ MCQs നോക്കാം ടു ഗെറ്റ് എ ബെറ്റർ പിക്ചർ. ആൻഡ് ഈ MCQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കപ്ലാന്റെ ഏറ്റവും പുതിയ റിവിഷൻ കിറ്റ് ആണ്. 2021-22 റിവിഷൻ കിറ്റ് വിച്ച് വി ഹാവ് ഓൾറെഡി ഷെയർഡ് വിത്ത് യു. സോ ആ റിവിഷൻ കിറ്റ് എല്ലാവരും എടുക്കുക. അപ്പൊ ആ റിവിഷൻ കിറ്റിന്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്ന ഓർഡറിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളപ്പോ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഫ്രം ക്വസ്റ്റ്യൻ 6 to 10. 6 to 10 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളിപ്പോ ആദ്യമേ ഇനീഷ്യലി നോക്കാൻ പോകുന്നത്. സോ അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, 6 to 10 റിവിഷൻ കിറ്റിലെ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, whenever you do a MCQ question, നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ റിക്വയർമെന്റിലേക്ക് പോകുന്നതിന് മുന്നേ സിനാരിയോ വായിക്കുക. സിനാരിയോ വായിക്കാന്ന് വെച്ചാൽ ഇൻറ്റുവിറ്റ് ബൈ ഹെർട്ട് ഫുൾ സിനാരിയോ വായിക്കണം നിർബന്ധമില്ല. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ക്രിയേറ്റ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ സിനാരിയോ. ഈ സിനാരിയോനെ കുറിച്ച് ഒരു ഓൾ ടുഗെദർ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വേണം താഴേക്ക് നിങ്ങൾക്ക് തന്നേക്കുന്ന 5 ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട്. ആൻഡ് ഈ 5 ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം വേണം ആൻസർ ചെയ്യാൻ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ MCQs എന്ന് പറഞ്ഞാൽ ഏത് രീതി വേണേലും ഏത് ഭാവത്തിലും വരാം. സോ വി കനോട്ട് ബി പ്രിറ്റി ഷുവർ അബൌട്ട് ദ വേ ഇൻ വിച്ച് ദേ ആസ്ക് ദ MCQ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ MCQന്റെ അത് വരുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ ടോട്ടൽ ടെക്സ്റ്റ് ബുക്ക് കവർ അപ്പ് ചെയ്താണ്. ഒരു പോയിന്റ് പോലും നമ്മൾ മിസ് ചെയ്യാതെ നമ്മുടെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ പഠിച്ച ഏരിയാസിൽ നിന്ന് മാത്രമേ MCQ വരുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം തന്നെ ആയിരിക്കും MCQന്റെ അത് വരുന്നുണ്ടാവുക. അത് തന്നെയാണെന്ന് നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ക്ലിയർ പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരോ ക്വസ്റ്റ്യൻസും ഇൻറ്റുവിറ്റ് പ്രോപ്പർലി നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കാര്യം ചെയ്യാം, വേഗം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രോപ്പർലി വായിച്ചു നോക്കുകയും. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ സിനാരിയോ വായിച്ചു നോക്കുക. സിനാരിയോ വായിച്ചതിന് ശേഷം വേണം താഴേക്കുള്ള ഓരോ ക്വസ്റ്റ്യൻസും വായിക്കാനായിട്ട്. അതിന് ആരും ബാക്കിൽ ആൻസേഴ്സ് നോക്കരുത്. നമ്മൾ ഈ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആൻസർ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എവ്രി വൺ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യമേ ടോട്ടൽ സിനാരിയോ വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ട് 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തേ. സോ നോക്കിക്കേ, you are the audit manager in Bark & Co. and has been assigned to the audit of foliage company for the first time this year. FCO is a listed company which specializes in manufacturing musical instruments. You will be taking over from Kim, the audit manager who has been in charge of the audit for the last 3 years. Kim has just announced that he is leaving Bark & Co. to join F company as a finance controller. Kim has recently completed
the planning for the current year audit in the preparation of the final audit, which is due to commence next month. നമ്മളോട് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞ് മീനിങ് പ്രോപ്പർലി മനസ്സിലാക്കുക. നമ്മളോട് പറഞ്ഞു നമ്മളിപ്പം ബാർക്ക് ആൻഡ് കോയിലെ ഓഡിറ്റ് മാനേജർ ആണ്. നമുക്ക് മുന്നേ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, കിം എന്ന് പറഞ്ഞ ആള്. പുള്ളി ഇപ്പം റീസെന്റ് റിസൈൻ ചെയ്തു. അതിനുശേഷം പുള്ളിനെ റീപ്ലേസ് ചെയ്താണ് നമ്മൾ ചെല്ലുന്നത്. പുള്ളി അവിടുന്ന് ലീവ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞത്, നമ്മുടെ ക്ലയന്റ് കമ്പനിയിലെ ഫിനാൻസ് കൺട്രോളർ ആയിട്ട് നമ്മുടെ കൂടുതൽ ഓഡിറ്റർ ആയിട്ട് ഉണ്ടായിരുന്ന ആള് ജോയിൻ ചെയ്യാൻ പോവാണ്, കിം. ആൻഡ് കിം നമ്മുടെ കറണ്ട് ഇയർ ഓഡിറ്റിന്റെ പ്ലാനിങ്ങിലും ഇൻവോൾവ് ആയിരുന്നു നമ്മളോട് പറഞ്ഞു. Jane Leaf has been the audit engagement partner since F company became an audit client almost 8 years ago. As she completed 7 years as an audit engagement partner, Jane has recently been rotated off the audit engagement. The new engagement partner, C, has suggested that in order to maintain a close relationship with F, Jane Leaf should undertake role of engagement quality control reviewer this year. The total fees received by Bark & Co. from the foliage company is in respect of all services provided in the last year's amount to 16% of the firm's total fee income. Current year's total fee income for the audit, tax and other related services is expected to be greater than last year. വീണ്ടും ഫർദർ നമ്മളോട് പറഞ്ഞ എന്താ, ജെയിൻ ലീഫ് എന്ന് പറയുന്ന ആളായിരുന്നു എൻഗേജ്മെന്റ് പാർട്ണർ. ആൻഡ് പുള്ളി ഓൾമോസ്റ്റ് 8 years ആയിട്ട് നമ്മുടെ കമ്പനിയുടെ ഈ ഒരു പർട്ടിക്കുലർ ക്ലയന്റ് കമ്പനിയുടെ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു, ഈ ജെയിന് റീസെന്റ് റൊട്ടേറ്റ് ചെയ്തു, ആ പൊസിഷൻ വേറെ പൊസിഷനിലേക്ക് പോയി. ഇതിന്റെ ന്യൂ എൻഗേജ്മെന്റ് പാർട്ണർ സി എന്ന് പറയുന്ന ആള് ഈ ജെയിനോട് പറയാണ് ഇവിടെ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് വന്ന് ജോയിൻ ചെയ്യാൻ. ദെൻ നമ്മളോട് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ എന്താ, ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ 16% കിട്ടി എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ടോട്ടൽ ഓഡിറ്റ് ഫേമിന്റെ ഫീസിന്റെ 16% ഫീസ് ഈ ഒറ്റ ക്ലയന്റിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു. കറണ്ട് ഇയറിലെ ഫീസ് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊത്തം പറഞ്ഞേക്കുന്നത്. അപ്പൊ മൊത്തം 3 സംഭവങ്ങളാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഒന്ന്, കിം എന്ന് പറയുന്ന ആള് നമ്മുടെ ഓഡിറ്റ് ഫേമിൽ ഉണ്ടായിരുന്ന ആള് റിസൈൻ ചെയ്തിട്ട് പോയി ക്ലയന്റ് കമ്പനി ജോയിൻ ചെയ്തു. 2, ജെയിൻ എന്ന് പറയുന്ന ആളോട് 8 years ഓഫ് എംപ്ലോയ്മെന്റ് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മൾ ഇവിടെ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറയുന്നു. 3, ലാസ്റ്റ് ഇയറിൽ 16% ഓഫ് ഫീസ് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് കിട്ടി. ഈ വർഷം അതിനും കൂടുതൽ ഫീസ് ക്ലയന്റിന്റെ അടുത്ത് നിന്ന് കിട്ടും. ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. ഇത് 3 സിനാരിയോ പ്രോപ്പർലി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോരോ ഓപ്ഷൻസ് വായിക്കുക. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു ദ സജഷൻ ദാറ്റ് ജെയിൻ ലീഫ് ടേക്സ് എ റോൾ ഓൺ എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂവർ. ഈ ജെയിൻ എന്ന് പറയുന്ന ആളോട് എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഏതാണെന്നാണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും മക്കളെ ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് റെസ്പോൺസ്? വിളിച്ചു പറയരുത്, ഞാൻ പറഞ്ഞില്ലേ. ഏതാ ഫസ്റ്റ് വൺ നോക്കിക്കേ. ജെയിൻ കുഡ് ടേക്ക് ദ റോൾ ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു റോൾ പെർഫോം ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താണ്, നമ്മൾ എത്തിക്സിന്റെ അകത്ത് പഠിച്ചതാണ്. ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട് പ്രകാരം ഒരു പർട്ടിക്കുലർ പേഴ്സൺ എൻഗേജ്മെന്റ് പാർട്ണർ ആയിട്ട് 7 years കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇയേഴ്സ് അവർ കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കേണ്ടത്? 5 years. അറ്റ്ലീസ്റ്റ് 5 years മിനിമം കൂളിംഗ് ഓഫ് പീരീഡ് എടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ശരിയല്ലേ? അപ്പം അത് സിംപ്ലൈസ് ചെയ്യുന്ന ആൻസേഴ്സ് ഏതൊക്കെ ഇതിന്റെ അകത്തുള്ളത്? ഇറ്റ്സ് ഓപ്ഷൻ സി. ശരിയല്ലേ? കാരണം ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, Jane should not serve as an engagement quality control reviewer for a period of 5 years. Minimum 5 yearsലേക്ക് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ സെയിം കാര്യം നമ്മൾ എത്തിക്സിനകത്ത് പഠിച്ചതായിരുന്നു. ശരിയല്ലേ? ഓക്കെ. ഇവിടെ പറഞ്ഞ എന്താ, അഡീഷണൽ സേഫ് ഗാർഡ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. പറ്റത്തില്ല. ഇവിടെ പറഞ്ഞ എന്താ, നമ്മളോട് പറയാണ് ബാർക്ക് ആൻഡ് കമ്പനി മൊത്തത്തിൽ റിസൈൻ ചെയ്യണം. മൊത്തത്തിൽ റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അയാളെ മാത്രം റൊട്ടേറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ്സ് ഓപ്ഷൻ സി. അടുത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, which of the following is the least appropriate response in relation to the fee income received by Bark & Co. from the foliage group? നമ്മളോട് ചോദിക്കുകയാണ്, ഇവിടെ ഇവര് കുറെ റെസ്പോൺസസ് എടുത്തിട്ടുണ്ട്. ഈ റെസ്പോൺസസ് ഒക്കെ കറക്റ്റ് ആയിരിക്കാം, പക്ഷേ നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ ഏറ്റവും മോശം റെസ്പോൺസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്രോപ്രിയേറ്റ് അല്ല ചോദിച്ചേക്കുന്നത്. എന്താണ് ചോദിച്ചേക്കുന്നത്? ഏറ്റവും ലീസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും മോശമാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി. Bark & Company should assess whether the audit and non-audit services would represent more than 15% of gross practice income for the 2 consecutive years. കഴിഞ്ഞ 2 consecutive years ആയിട്ട് more than 15% മേലെ ഫീസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ മക്കളെ? ആണ്. നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്,
ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഹൈ പെർസെന്റേജ് ഫീസ് ആണ്. ഹൈ പെർസെന്റേജ് ഫീസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? 2 consecutive years ആയിട്ട് more than 15% മേലെ ഫീസ് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുക. So this is not the answer. Then next, if the recurring fees are likely to exceed 15% of annual practice income, this year BAC will need to resign as an audit of foliage company. Correct ആണോ തെറ്റാണോ? കറക്റ്റ് ആണോ? എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം എന്നാണോ ചെയ്യേണ്ടെന്നാണോ? അങ്ങനെ ചെയ്യാലോ. ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മതി. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഹൈ പെർസെന്റേജ് ക്ലയന്റിന്റെ കേസ് റിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം എന്താ? നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണ് ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അതായത് നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫേം ആണ്. ഈ വർഷം നിങ്ങൾക്ക് ഒരു ക്ലയന്റേ ഉള്ളൂ, അടുത്ത വർഷം ആ സെയിം ക്ലയന്റ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 100% ഫീസ് ആ ക്ലയന്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയാണ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ആ ക്ലയന്റും കൂടെ റിസൈൻ ചെയ്ത് കളഞ്ഞിട്ട് വെറുതെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറെ കൊണ്ട് റിവ്യൂ നടത്തിയാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് ബഫർ ചെയ്തിടാം ഫോർ ദ ടൈം ബീങ്. ആൻസർ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യണ്ട, ബാക്കി കൂടെ വായിച്ചു നോക്കുക. ഒരിക്കലും ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എടുക്കരുത്, പകരം മൊത്തം ഓപ്ഷൻസും വായിക്കുക, എന്നിട്ട് വേണം ഏറ്റവും അപ്രോപ്രിയേറ്റ് വൺ ചൂസ് ചെയ്യാൻ. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? റിക്കറിംഗ് ഫീസ് exceed 15% of annual practice income, additional consideration should be taken as to give taxation and audit related services. നിങ്ങളോട് പറയാണ് 15% മേലെ ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് നിങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ കൺസിഡറേഷൻസ് എടുക്കണം എന്ന് പറഞ്ഞു. ഇറ്റ്സ് എ റീസണബിൾ പോയിന്റ്. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? If the fees exceed 15%, this should be disclosed to those charged with governance. Those charged with governance എടുത്ത് ആ കാര്യം കൺവേ ചെയ്യണം എന്ന് പറഞ്ഞു. അതും പോസിബിൾ ഓപ്ഷൻ ആണ്. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രമായിരിക്കും? ഇറ്റ്സ് ഓപ്ഷൻ ബി. ക്ലിയർ ആയോ? യെസ്. യാ. ഇനി അടുത്ത നോക്കി. What action should be taken by Kim have taken with possibility of employment with foliage company across? പറയും ഏത് ഓപ്ഷൻ വരുന്നത്? നിങ്ങളോട് ചോദിക്കുകയാണ്, കിം എന്ന് പറയുന്ന ആള് ഈ ഒരു പെർട്ടിക്കുലർ ക്ലയന്റ് കമ്പനി പോയിട്ട് ജോയിൻ ചെയ്യാണ്. അപ്പൊ അവരവിടെ ജോയിൻ ചെയ്യുന്ന കാരണം കൊണ്ട് അവിടെ എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടി വരിക എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എന്ത് ആക്ഷനാ? എന്ത് ആക്ഷൻ ആയിട്ട് എടുക്കേണ്ടി വരിക? എന്ത് ആക്ഷൻ ആയിരിക്കും? എക്സാക്ട്ലി, യാ, ഇറ്റ്സ് ഓപ്ഷൻ എ. എല്ലാരും കോമൺ ചാറ്റിൽ ഇടുക കേട്ടോ, പ്രൈവറ്റ് ആയിട്ട് അയക്കാതെ. ഇറ്റ്സ് ഓപ്ഷൻ എ. എന്തുകൊണ്ടാണ് മക്കളെ ഓപ്ഷൻ എ വരുന്നത്? കാരണം നമ്മുടെ ഓഡിറ്ററിന്റെ കൂട്ടത്തിലുള്ള ഒരാൾ റിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ, ഞാനിപ്പോ എന്റെ ഓഡിറ്റ് ഫേമിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ ക്ലയന്റ് കമ്പനി പോയി ജോയിൻ ചെയ്യാണ്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർക്ക് പറയാൻ പറ്റുമോ എന്നോട് ജോയിൻ ചെയ്യരുതെന്ന്? പറയാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് അത് എന്റെ ഡിസ്ക്രിപ്ഷൻ ആണല്ലേ. ഞാനൊരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തീരുമാനമാണ് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് വേറെ എവിടെയും പോയി ജോയിൻ ചെയ്യണോ വേണ്ടതെന്നുള്ളത്. അപ്പം അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. സോ ഇവിടെ ഈ ഓപ്ഷൻ ഡിക്ലൈൻ ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അടുത്ത നമ്മളോട് പറഞ്ഞു, കിം ഷുഡ് നോട്ട് ഹാവ് അപ്ലൈഡ് ഫോർ എംപ്ലോയ്മെന്റ് വിത്ത് എ ക്ലയന്റ് വൈൽ എംപ്ലോയ്ഡ് വിത്ത് ബാക്ക് ആൻഡ് കമ്പനി. അതായത് ഇവർ ഈ ഒരു സ്ഥലത്ത് എംപ്ലോയ്ഡ് ആയിരിക്കുന്ന സമയത്ത് ബാക്ക് ആൻഡ് കമ്പനി പോയി എംപ്ലോയ്മെന്റ് അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നത്. അതും നമുക്ക് പ്രശ്നമുള്ള ഒരു കാര്യമല്ല. ഇവിടെ നമ്മളോട് പറയാണ് പെർമിഷൻ ചോദിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാമെന്ന്. അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവര് ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ കാര്യം ആരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഡിറ്റ് ടീമിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ആ ടീമിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ ഓഡിറ്ററിന് റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് നമ്മൾ എടുക്കേണ്ട റെസ്പോൺസ് എന്ന് പറയാം. മനസ്സിലായോ? നെക്സ്റ്റ് വൺ നോക്കിക്കേ. വിച്ച് എത്തിക്കൽ ത്രെഡ് വിൽ ബി ക്രിയേറ്റഡ് വെൻ കിം commences employment with the client and what action should be taken to manage the threat? നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇവിടെയുള്ള എത്തിക്കൽ ത്രെഡിൽ ഏത് ത്രെഡാണ് വരിക എന്നാണ് ചോദിച്ചേക്കുന്നത്. കിം എന്ന് പറയുന്ന ആള് പോയി ക്ലയന്റ് കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് ആൻഡ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട സേഫ് ഗാർഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഏത് ത്രെഡാ വരിക? ഏത് ത്രെഡാ വരിക? നമുക്ക് ഈസിലി നമുക്ക് ത്രെഡ് എടുക്കാൻ പറ്റും. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു ത്രെഡ് ഉണ്ടായിരുന്നോ മക്കളെ? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു ത്രെഡ് ആയിട്ട് നമ്മൾ പഠിച്ചായിരുന്നോ? ഇല്ല. That's not an issue here. പിന്നെ ഇന്റിമിഡേഷൻ ത്രെഡ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ടോ? ഇന്റിമിഡേഷൻ ഇല്ല. നമുക്ക് പറയാൻ പറ്റുന്ന ഫെമിലിയാരിറ്റി അല്ലെ സെൽഫ് റിവ്യൂ ആണ്. സെൽഫ് റിവ്യൂ ത്രെഡ് ഇവിടെ വരുമോ? ചാൻസ് ഇല്ല. പ്ലാനിങ്ങിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ?
പ്ലാനിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ സെൽഫ് റിവ്യൂ ത്രെഡ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സെൽഫ് റിവ്യൂ ത്രെഡ്? നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യല്. നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുമ്പോഴാണ് സെൽഫ് റിവ്യൂ ത്രെഡ് ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വരാൻ പോകുന്ന വർഷത്തെയാണോ കഴിഞ്ഞ വർഷത്തെയാണോ? കഴിഞ്ഞ വർഷത്തെ. കിം എന്നാ ജോയിൻ ചെയ്യാൻ പോകുന്നത്? കറണ്ട് ഇയറിലെ ഓഡിറ്റ് പ്ലാനിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് കിം ജോയിൻ ചെയ്യാൻ പോകുന്നത്, ശരിയല്ലേ? അല്ലേ? അപ്പോ കിം ഓൾറെഡി ചെയ്ത വർക്കാണോ കിം റിവ്യൂ ചെയ്യാൻ പോകുന്നത്? ആണോ? അതായത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇയർ എൻഡ് കഴിഞ്ഞു. നമ്മൾ കറണ്ട് ഇയറിലെ ഓഡിറ്റ് പെർഫോം ചെയ്യാൻ പോവാണ്. അതായത് പ്രീവിയസ് ഇയറിലെ ഓഡിറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിന് വേണ്ടിയിട്ട്, അതായത് കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് നടത്തുന്നതിന്റെ അകത്ത് കിം ഇൻവോൾവ് ആയി എന്നാണ് പറഞ്ഞത്. ഹൗവർ കിം എന്ന് പറയുന്ന ആള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ കൂടി കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്താൽ മാത്രമല്ലേ സെൽഫ് റിവ്യൂ ത്രെഡ് വരുള്ളൂ. കിം ആ പീരീഡ് കഴിഞ്ഞിട്ടല്ലേ പോയി ജോയിൻ ചെയ്യുന്നത്. ഇപ്പോഴല്ലേ കിം ജോയിൻ ചെയ്യാൻ പോകുന്നത്, മനസ്സിലായോ? അപ്പൊ അവിടെ സെൽഫ് റിവ്യൂ വരുമോ? ഇല്ല, അവിടെ സെൽഫ് റിവ്യൂ വരില്ല. പകരം അപ്പൊ അവിടെ ഏത് ത്രെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക? ഫെമിലിയാരിറ്റി ത്രെഡ് ആയിരിക്കും വരിക. കാരണം എന്താണ്? കിം ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റ് ടീമിലുള്ള ആളുകൾ ഓഡിറ്റ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് കിമ്മും നമ്മളും തമ്മിലുള്ള ഫെമിലിയാരിറ്റി കാരണം കൊണ്ട് നമ്മൾ കിമ്മിന് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, ശരിയല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ത്രെഡ് ആയിരിക്കും വരിക? ഫെമിലിയാരിറ്റി ത്രെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ. ഇനി ഫൈനലി നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കാണ്, ഇറ്റ്സ് എ വെരി ബേസിക് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നിങ്ങളുടെ F4ന്റെ F1ന്റെ ഒക്കെ നോളജ് ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ റൂൾ ബുക്ക് ബേസ്ഡ് അപ്രോച്ച് എന്താണ്? കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ബേസ്ഡ് അപ്രോച്ച് എന്താണ്? നിങ്ങളുടെ F1, F3 ഇതിന്റെ അകത്ത് എല്ലാം പഠിക്കുന്ന ബേസിക് കാര്യം ഇത്. എന്താ മക്കളെ റൂൾ ബുക്കും കൺസെപ്ച്വൽ ഫ്രെയിംവർക്കും തമ്മിലുള്ള വ്യത്യാസം? റൂൾ ബുക്ക് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് ആണ്, മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാലോ ഓഡിറ്റർ പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്, ഒരാളുടെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുക? കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് പ്രിൻസിപ്പിൾസ് ആയിരിക്കും അല്ലെ? ഇനി അപ്പൊ ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് റൂൾ ബുക്കും ഏതൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ലോസ് ഓഡിറ്റർ ഫോളോ ചെയ്യാനായിട്ടുള്ളത് എവിടെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിലായിരിക്കോ റൂൾ ബുക്കിലായിരിക്കോ? റൂൾ ബുക്കിലായിരിക്കും. കാരണം നിങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ലോ എല്ലാം ഉള്ളത് എവിടെയാണ്? റൂൾ ബുക്കിന്റെ അകത്താണ്. യൂസ് ഇൻ എ ഡൈനാമിക് പ്രൊഫഷൻ, നമുക്ക് എപ്പോ വേണേലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആണ്. സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് വിത്ത് വിച്ച് ദ ഓഡിറ്റർ യൂസസ് ജഡ്ജ്മെന്റ് ടു അപ്ലൈ ദ സ്പെസിഫിക് സർക്കംസ്റ്റൻസസ്. ഓരോ സ്പെസിഫിക് സർക്കംസ്റ്റൻസിൽ ഓഡിറ്ററിന്റെ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ എടുക്കാനുള്ള ഗൈഡ് ലൈൻസ് ഏതായിരിക്കും? കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. ഈസി ടു നോ വാട്ട് ഈസ് അലൗഡ് ആൻഡ് നോട്ട് അലൗഡ്. എന്താണ് അലൗഡ് എന്താണ് നോട്ട് അലൗഡ് എന്ന് ഏതിന്റെ അകത്തായിരിക്കും മനസ്സിലാവുന്നുണ്ടാവുക? റൂൾ ബുക്കിലായിരിക്കും, ശരിയല്ലേ? വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു എന്ന് പറയുന്നത് എവിടെയാണ്? റൂൾ ബുക്കിലാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണോ? ഫൈൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ എത്തിക്സിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ആൻഡ് എത്തിക്സിന്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി, ഇറ്റ്സ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ നമ്മൾ നോക്കിയേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം എന്ത് തന്നെയാണ്? നമ്മൾ പ്യൂർലി പഠിച്ചിട്ടുള്ള മീനിങ് മാത്രമല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? whenever you practice a question, നമ്മൾ അതിന്റെ അകത്തുള്ള മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്തിയാൻ പറ്റത്തുള്ളൂ, ആ ക്വസ്റ്റ്യൻ പ്രോപ്പർലി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, so let's move on to the next one. It's question number 36. Okay, question number 36 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ ഏരിയാസിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ചായിട്ട് ചെയ്യുക. അതായത് എല്ലാ പാർട്ടിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. So next we are going to start with the question number 36 to 40. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്തേ, നമ്മുടെ റിവിഷൻ കിറ്റിന്റെ അകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 36 in the page number 16, ആ 36 to 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ചെയ്തേ. Yeah, please start with it. So നോക്കിയേ, you are an audit manager in C&Co, and the accounting firm with 6 officers and 15 partners. You are planning the audit of LV Phones Company, which has been an audit client for 4 years and specializes in manufacturing luxury mobile phones. During the planning stage of audit, you have obtained the following information. The audit of LV Phones Company are entitled to purchase
mobile phone accessories at a discount of 10%. Finance director has commented that this is to encourage the audit team to be more favorable towards the company and to keep them on side. The audit engagement partner has assessed the potential value of the discount to be trivial and inconsequential to any individuals who wish to take advantage of this offer. During this year, the finance controller of Alphonse company was ill and hence unable to work. The company has no spare staff able to fulfill the role, and hence a qualified audit senior of C&Co was seconded to the client for 3 months. The fee income derived from Alphonse was boosted by this engagement, and also with the audit and tax fee accounted for 16% of the firm's total fees. From a review of the correspondence file, you note that the audit engagement partner and the finance director have known each other socially for many years and in fact went on holiday together last summer with their families. As a result of the friendship, the engagement partner has not yet spoken to the client about the fees for last year's audit, 20% of which is still outstanding. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. എന്തൊക്കെ മീനിങ്, എന്തൊക്കെ മക്കളെ മീനിങ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്? ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു നമ്മുടെ LV കമ്പനിയുടെ ഓഡിറ്റേഴ്സിന് അവർ കൊടുത്തേക്കുന്ന ഓഫർ എന്താ? അവര് ഈ കമ്പനിയിൽ നിന്ന് ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ടിനാണ് ഫോൺ കിട്ടുന്നതെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് അവർ പറഞ്ഞു? ഓഡിറ്റേഴ്സ് അവരുടെ സൈഡ് പറയാൻ വേണ്ടിയിട്ടാണെന്ന് അവർ തന്നെ വിളിച്ചു പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഈ ഒരു ഓഫർ കൊടുത്ത കാരണം കൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം ട്രിവിയൽ എമൗണ്ട് ആണ്, ചെറിയ എമൗണ്ട് ആണ്. എന്നിട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് നിങ്ങളോട് പറയാണ് കറണ്ട് ഇയർ ഓഡിറ്റിന് സമയത്ത് ഫിനാൻസ് കൺട്രോളർ ആ കമ്പനിയുടെ ഇല്ലായിരുന്നു. സോ നമ്മുടെ ഒരു സീനിയർ ഓഡിറ്റർ ആണ് സെക്കൗണ്ട്മെന്റിന് വേണ്ടിയിട്ട് പോയേക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ദെൻ അഗെയിൻ നിങ്ങളോട് പറയാണ് ഇവര് ഈ ഒരു പെർട്ടിക്കുലർ ഇയറിൽ 60% ഓഫ് ഫേമിന്റെ ടോട്ടൽ ഇൻകം ഇവരുടെ അടുത്ത് നിന്നാണ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത നിങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഈ റിവ്യൂ നടത്തിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി എൻഗേജ്മെന്റ് പാർട്ണറും ഫിനാൻസ് ഡയറക്ടറും തമ്മിൽ ഹൈ എമൗണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവർ സോഷ്യലി ഭയങ്കര ആക്റ്റീവ് ആണ്. ഇവർ ഒരുമിച്ചാണ് ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നത്. ലാസ്റ്റ് ഇയർ സമ്മർ ഹോളിഡേയ്സ് ഒക്കെ ഇവർ ഒരുമിച്ചാണ് സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. ആൻഡ് ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 20%. അത് ഇവർ ചോദിക്കുന്നുമില്ല, കാരണം ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടെന്നാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സിനാരിയോ എന്ന് നിങ്ങളോട് കൺവേ ചെയ്തത്. ഓൺ ദി ബേസിസ് ഓഫ് ദാറ്റ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് which of the following correctly identifies threats to independence and propose an appropriate course of action for the firm if any of the team takes the advantage of discount. നിങ്ങളോട് പറഞ്ഞു ഡിസ്കൗണ്ട് തരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 10% ഓഫ് ദി മൊബൈൽ ഫോൺസ് പ്രൈസ് ഡിസ്കൗണ്ട് ആയിട്ട് തരും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡിസ്കൗണ്ട് ആയിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് ത്രെട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന സേഫ് ഗാർഡ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്തായിരിക്കും മക്കളെ അവിടെ വരുന്ന ത്രെട്ട്? അവിടെ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അല്ലേ? ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ത്രെട്ട് വരും നമ്മൾ പഠിച്ചിട്ടുള്ളത്? മൈക്ക് പറഞ്ഞോ, അവധ മൈക്ക് പറഞ്ഞോ, എന്ത് ത്രെട്ടാ വരിക? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ആണ് വരിക. സോ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ്സ് എ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്. അതിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എടുക്കേണ്ട സേഫ് ഗാർഡ് എന്തായിരിക്കും? അങ്ങനെ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? വെൻ യു ഗെറ്റ് എ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ക്ലയന്റ് ഓഫർ ചെയ്യുമ്പോൾ വി ഷുഡ് പൊളൈറ്റ്ലി ഡിക്ലൈൻ ദാറ്റ്. നമ്മളൊരു ഡിക്ലൈൻ ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് അല്ല എന്ന് അറിയാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യാൻ വേറെ കുറെ മാർഗങ്ങളുണ്ട്. ഇവിടെ എന്തെങ്കിലും നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടോ? ഇന്റിമിഡേഷൻ വരുമോ? ഇല്ല. നിങ്ങൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, അഡ്വക്കേസി വരില്ല. ഇവിടെ നിങ്ങളും ക്ലയന്റും തമ്മിലുള്ള പരിചയത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് സെൽഫ് ഇൻട്രസ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻ ഷുഡ് C&Co takes to maintain its objectivity in relation to the level of fee income from LV phones co? ഇവിടെ നിങ്ങൾക്ക് ഫീസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ ടോട്ടൽ ഫീസിന്റെ എത്ര പെർസെന്റേജ് കിട്ടുന്ന പറഞ്ഞു? 16% ഈ ഫേമിന്റെ ഫീസ് ഇവരാണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 16% ഫീസ് കിട്ടുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കണം എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ സേഫ് ഗാർഡ്സ് ആണ് മക്കളെ എടുക്കേണ്ടത്? എന്തൊക്കെ സേഫ് ഗാർഡ്സ് എടുക്കേണ്ടത്? Let me ask you, ഇവിടെ ഹൈ പെർസെന്റേജ് ഫീസ് ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഹൈ പെർസെന്റേജ് ഫീസ് ആണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്ര വർഷം ആയി കഴിഞ്ഞാലാണ് അത് ഹൈ പെർസെന്റേജ് ഫീസ് ആയി മാറുക? 2 years ആയിട്ട്. കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് എടുത്തു പറഞ്ഞു കഴിഞ്ഞ വർഷം 16% ഇവരായിരുന്നു എന്ന്,
ഈ വർഷം അതിലും കൂടുതൽ തരും. ഈ പ്രാവശ്യം നമ്മളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കറണ്ട് ഇയറിൽ നമ്മൾ ഈ ഒരു സർവീസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഫീസ് കൂടുതലായിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആവുന്ന കേസിലാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് ഓഡിറ്റ് കമ്മിറ്റിയുടെ അടുത്ത്. ഇതൊരു ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആണോ? അല്ല. അപ്പൊ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോർമൽ ഫീസ് കിട്ടുന്ന പോലെയാണ്. ഹൈ പെർസെന്റേജ് ക്ലയന്റിന്റെ കേസിലായിരുന്നു നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് ഇയർ റിവ്യൂ നടത്താൻ പറയുന്നത്. 15% ഓഫ് ദി ടോട്ടൽ ഇൻകം 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ നോക്കിയിട്ട്. ഇത് 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഹൈ പെർസെന്റേജ് ക്ലയന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതിനെ? വേണോ? വേണ്ട. ഓക്കെ. സോ അഗെയിൻ അതും അല്ല. അപ്പൊ നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയായിരിക്കും? 1 and 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് 2 രീതിയിൽ ഇതിന് ആൻസർ ചെയ്യാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് വെച്ചു, അതായത് ഈ 4th വൺ ആൻസർ വേണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് ഉറപ്പാണ് ഹൈ പെർസെന്റേജ് ഫീസ് ആണെങ്കിൽ മാത്രം ഓഡിറ്റ് കമ്മിറ്റിയോട് ഡിസ്കസ് ചെയ്താൽ മതി എന്നല്ലേ. അപ്പൊ നിങ്ങൾ നോക്കുക, 3rd വൺ എന്ന് പറയുന്നത് അപ്പൊ തെറ്റാണ്. അപ്പൊ ഈ 3rd വൺ തെറ്റാണെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ 3rd വൺ ഓപ്ഷണൽ ഉള്ള ആൻസേഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. അത് തെറ്റാന്ന് ഉറപ്പുണ്ടെങ്കിൽ അതുള്ളത് എല്ലാം തെറ്റായിരിക്കും. അപ്പൊ ഇതെന്റെ ഫസ്റ്റ് വണ്ണിൽ 3rd ഉണ്ട്, അതല്ല. 3rd വണ്ണിൽ 3rd ഉണ്ട്, 4th വണ്ണിലും 3rd ഉണ്ട്. അപ്പം ബാക്കി വരുന്ന ഏതേ ഉള്ളൂ? 1 and 2 മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ കോമ്പിനേഷൻ ആൻസേഴ്സ് വരുമ്പോൾ അത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആൻസർ റോങ് ആണെന്ന് ഉറപ്പാണെങ്കിൽ ആ റോങ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണോ അതെല്ലാം എലിമിനേറ്റ് ചെയ്യുക. ബാക്കി വരുന്ന ഏതാണോ അതായിരിക്കും ആൻസർ. അടുത്ത് നോക്കി. Which of the following correctly identifies the threats to independence and proposes an appropriate course of action for the firm in respect of the senior auditor's secondment to LV Funds Company? അതായത് ഈ സീനിയർ ഓഡിറ്ററിനെ നമ്മൾ 3 months സെക്കൻഡ്മെന്റിന് വിടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 months ഈ ചങ്ങനെ സെക്കൻഡ്മെന്റിന് വിട്ട് കഴിഞ്ഞാൽ എന്ത് ത്രെട്ടായിരിക്കും അവിടെ ഉണ്ടാവുക? എന്ത് ത്രെട്ടായിരിക്കും? ഫെമിലിയാരിറ്റി ആൻഡ് സെൽഫ് റിവ്യൂ. എക്സാക്ട്ലി. ഫെമിലിയാരിറ്റി ത്രെട്ട് വരും. ഫെമിലിയാരിറ്റി ത്രെട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? 3 months പോയിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ വരും തമ്മിൽ എന്തുണ്ടാവും? പരിചയം ഉണ്ടാവും. ഫെമിലിയാരിറ്റി വരും. സെൽഫ് റിവ്യൂ എങ്ങനെയാ വരുന്നത്? അവിടെ ചെയ്ത വർക്കാണ് വീണ്ടും അയാൾ വന്ന് റിവ്യൂ ചെയ്യുന്നത്. അവിടെ ചെയ്ത വർക്ക് തന്നെയാണ് വീണ്ടും അയാൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സെൽഫ് റിവ്യൂ ത്രെട്ട് വരും. ക്ലിയർ ആയ എല്ലാവർക്കും? യെസ് സർ. പെർഫെക്റ്റ്. Then 39th one നോക്കി. Which of the following action should C and company should take to maintain its objectivity relating to outstanding fees from LV Funds Company? LV Fund കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക? ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് ക്ലയന്റിനോട് ചോദിക്കണോ? യെസ് സർ. നമുക്കറിയാം ഫീസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആവുമ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ലോൺ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതൊരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്തായിരുന്നു? നമ്മള് മോർ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ തയ്യാറാവില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് എന്താവും? റെഡ്യൂസ്ഡ് ആവും. ഞാൻ അന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ്ഡ് ആവുന്ന എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ നടത്താൻ പറയണം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് സെക്കൻഡ് വൺ ഇൻഡിപെൻഡന്റ് റിവ്യൂ ഓഫ് ദി വർക്ക് പെർഫോംഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യെസ്. ദെൻ നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ ദ കറന്റ് ഇയർ അണ്ടിൽ ദ ഫീസ് ആർ പെയ്ഡ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണോ? പറഞ്ഞല്ലായിരുന്നു നമ്മൾ. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫീസ് റിക്കവർ ചെയ്യുന്ന വരെ ഓഡിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതൊക്കെയായിരിക്കും ആൻസേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവുക? All the above. അല്ലേ? It's 1, 2 and 3. ക്ലിയർ ആയ എല്ലാവർക്കും? യെസ് സർ. ഇനി നോക്കിയേ, നിങ്ങൾ അത് എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നോക്കിയോണേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആണോ വിച്ച് ഓൾ ഓഫ് ദി ഫോളോയിങ് ആണോ എന്താ ചോദിച്ചേക്കുന്നത് പ്രോപ്പർലി വായിച്ചു നോക്കുക. സെലക്ട് വൺ ഓപ്ഷൻ ഫ്രം ഈച്ച് കോളം വിച്ച് ഐഡന്റിഫൈസ് ദ ടൈപ്പ് ഓഫ് എത്തിക്കൽ ത്രെഡ് അറൈസിംഗ് ഫ്രം ദ എൻഗേജ്മെന്റ് പാർട്ട്നേഴ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ഫിനാൻസ് ഡയറക്ടർ and identify an appropriate course of action the firm should take to manage threat to acceptable level. നിങ്ങളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്തൊക്കെ കുറിച്ചിട്ടാണ്? 3rd കേസിനെ കുറിച്ച് അല്ല 4th കേസിനെ കുറിച്ചാണ്. അതായത് ഫിനാൻസ് ഡയറക്ടർ എൻഗേജ്മെന്റ് പാർട്ണർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫ്രണ്ട്ഷിപ്പ് കാരണം കൊണ്ട് എന്ത് ത്രെട്ടാണ് വരുന്നത്, അതിന് വേണ്ടിയിട്ട് എന്ത് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ലിറ്ററലി ഇവിടുന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം, ഇവിടുന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. ഇവിടെ ഏത് ത്രെട്ടാ വരിക? രണ്ടുപേര് തമ്മിൽ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ ഇവിടെ എടുക്കേണ്ടത്? റിമൂവ് ചെയ്യണം.
എക്സാക്ട്ലി. അതായത് നമ്മൾ ഈ ടോട്ടൽ ഓഡിറ്റ് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ അടുത്ത് നോക്കി, ഓഡിറ്റ് പാർട്ണറിന്റെ റെസ്പോൺസിബിലിറ്റി കുറയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഡിറ്റ് പാർട്ണർ റെസ്പോൺസിബിലിറ്റി കുറയ്ക്കാൻ പറ്റുമോ? കാരണം അയാൾക്കാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പൊ അതുമല്ല. അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ? ആ പർട്ടിക്കുലർ പാർട്ണറിനെ ടീമിൽ നിന്ന് റിമൂവ് ചെയ്യാന്നുള്ളതാണ് ആൻസർ എന്ന് പറയാം. ക്ലിയർ ആയ എല്ലാവർക്കും? ഈ ആൻസർ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് മനസ്സിലായെല്ലാം? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 51 ഇൻ ദ റിവിഷൻ കിറ്റ്. നമ്മൾ പ്ലാനിങ് ആൻഡ് റിസ്ക് അസസ്മെന്റിന്റെ ഏരിയ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലാനിങ് ആൻഡ് റിസ്ക് അസസ്മെന്റിന്റെ ഏരിയ എന്ന്. സോ ഇറ്റ്സ് ഇൻ പേജ് നമ്പർ 22. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 51 സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും. സോ നോക്കിയേ, it is 1st July 2015. You are planning the audit of V and Co for the year ending 31st July 2015. V company is a new audit client which operates in oil and gas exploration industry. Companies wishing to operate in the industry require a license which is valid for 20 years. Licensing authority take into account public health and safety, protection of environment and protection of biological resources when granting licenses. VN companies' activities are geographically spread across 3 continents in 35 locations. നമ്മുടെ ഈ പ്ലാനിങ് ആൻഡ് റിസ്ക് അസസ്മെന്റിന്റെ ഏരിയയിൽ ഓരോരോ കുഞ്ഞു പോയിന്റ്സ് നോക്കണം കേട്ടോ, കാരണം അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞ എന്താ, ഇവർ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീനെയാണ് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവർക്ക് 20 ഇയേഴ്സിലേക്കുള്ള ലൈസൻസ് ആവശ്യമുണ്ട്. ആ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ലൈസൻസിങ് അതോറിറ്റി പബ്ലിക് ഹെൽത്തും സേഫ്റ്റി എല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ലൈസൻസ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും ബയോളജിക്കൽ റിസോഴ്സസിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഈ വി കമ്പനി എന്ന് പറയുന്ന ക്ലയന്റ് 3 കോണ്ടിനെന്റിലുണ്ട്, 35 ലൊക്കേഷൻസിൽ അല്ലെ 35 കൺട്രീസിലുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. വി കമ്പനി ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ 30 years and has grown its revenue by an average of 12% per annum. This is in line with the industry average. During the planning meeting with the finance director, you were informed that forecast profit before tax for the financial year is 9.5 based revenue of 124 million. ഇന്ന് നിങ്ങളോട് പറഞ്ഞ എന്താ, ഇവര് 30 years ആയിട്ടുള്ള കമ്പനിയാണ്. ഇവരുടെ റവന്യൂ ഭയങ്കര ഹ്യൂജ് ആയിട്ട് ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞു. 12% കൂടിയിട്ടുണ്ട്. അത് ഇൻഡസ്ട്രി ആവറേജ് പോലെയൊക്കെ തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നിങ്ങളോട് പറഞ്ഞു അവരുടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് കൂടി, റവന്യൂ 124 million ആയി ആസ് കമ്പയർഡ് വിത്ത് ദ പ്രയർ ഇയർ 100 million. എന്നിട്ട് നിങ്ങളോട് അവിടെ കുറെ റിസ്കുകളെ കുറിച്ച് പറയാണ്. അവരുടെ റിസീവബിൾസ് ഓവർ സ്റ്റേറ്റഡ് ആണ് ഡ്യൂ ടു ലോങ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ് എന്ന് പറഞ്ഞു. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അകത്ത് മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, കാരണം അവർ കറക്റ്റ് ആയിട്ട് അമോർട്ടൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് നോൺ കറന്റ് അസറ്റ്സ് ഉണ്ട്, കാരണം ഇമ്പയർമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി ഉണ്ട് എന്ന് പറഞ്ഞു, കാരണം ക്വാളിറ്റി ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് അവർക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് നിങ്ങളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്ക് to be considered when planning the audit of V company? V കമ്പനീനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കന്റ് റിസ്ക് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഏറ്റവും കുഞ്ഞു വലിയ റിസ്ക്. ഓക്കെ, സോ ഈ വി കമ്പനി എന്ന് പറയുന്ന കമ്പനീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ വി കമ്പനിയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് റിസ്ക് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ മക്കളെ? നോൺ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണോ ലോ ആണോ? ലോ ആണോ? ഹൈ. കാരണം നിങ്ങളോട് പറഞ്ഞു ലൈസൻസിങ് അതോറിറ്റി ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈസൻസ് തരുന്നത്. നിങ്ങൾ അതെല്ലാം ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനർത്ഥം ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാനുണ്ടെന്നല്ലേ? സോ ദാറ്റ്സ് ഹൈ. അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രേഡ് പേബിൾസ്. ട്രേഡ് പേബിൾസിന്റെ അണ്ടർസ്റ്റേറ്റ്മെന്റിനുള്ള ചാൻസ് ഹൈ ആണോ ലോ ആണോ ഇവിടെ? നോക്കി നോക്ക്, നിങ്ങളോട് എന്തെങ്കിലും ട്രേഡ് പേബിൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ട്രേഡ് പേബിൾസിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അതവിടെ വെക്കാം, അതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അടുത്ത് നോക്ക്, പ്രൊവിഷൻ ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെ? പ്രൊവിഷൻ ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഹൈ ആണോ ലോ ആണോ? ഹൈ ആണ്. കാരണം എന്താ, ഇവരുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ആണ്. നിങ്ങളോട് പറഞ്ഞു ഇവിടെ പബ്ലിക് ഹെൽത്തും സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്, റിസോഴ്സസ് കൺസേർവ് ചെയ്യണം. ഇത് എന്തെങ്കിലും നിങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രൊവിഷൻ ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി എന്താണ്? ഹൈ ആണ്. ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത റിസ്ക് ഹൈ ആണോ ലോ ആണോ?
ഹൈ കാരണം എന്താ? 35 ലൊക്കേഷൻസ് 35 ലൊക്കേഷൻസിൽ അല്ലെ, 35 കൺട്രിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഏറ്റവും ലോ ചാൻസ് എന്ന് പറഞ്ഞാൽ ഏതിന് മാത്രമായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ഓഫ് കാരണം അതിനെക്കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പിക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് സിനാരിയോ പ്രോപ്പർലി മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇത് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ബൈഹേർട്ട് തിയറി ആണോ? ഇത് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ബൈഹേർട്ട് തിയറി ആണോ? ഇത് അല്ല, പ്യുവർ ജഡ്ജ്മെന്റൽ ആണ്. അടുത്ത നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വിച്ച് ടു ഓഫ് ദി ഫോളോയിങ് ആസ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ് ടു അഡ്രസ് ദി ഇൻക്രീസ് ഡിറ്റക്ഷൻ റിസ്ക് ഡ്യൂ ടു വീക്ക് കമ്പനി ബീങ് ന്യൂ ക്ലയന്റ്. അതായത് ന്യൂ ഓഡിറ്റ് ക്ലയന്റ് ആയതുകൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് ഹൈ ആണെന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഡിറ്റക്ഷൻ റിസ്ക് ഹൈ ആയതുകൊണ്ട് തന്നെ ആ ഡിറ്റക്ഷൻ റിസ്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മക്കളെ ഡിറ്റക്ഷൻ റിസ്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും ഡിറ്റക്ഷൻ റിസ്കിന്റെ കേസ് പറയുമ്പോൾ വെൻ ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ് നമ്മൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് എന്താ പറയാറുണ്ടായിരുന്നത്? കമ്പനിയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. ശരിയല്ലേ? വി നീഡ് ടു ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ കമ്പനി, എങ്കിൽ മാത്രമേ ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കമ്പനിയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ഏതൊക്കെ പോയിന്റ്സാ പറഞ്ഞേക്കുന്നത്? ഏതൊക്കെയാ? 2 and 5. അതായത് നമ്മളോട് പറഞ്ഞു വി കമ്പനിയെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ടൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഫൈൻ. പിന്നെ 5th വണ്ണിൽ എന്താ പറഞ്ഞത്? പ്രീവിയസ് ഓഡിറ്ററിനെ കോൺടാക്ട് ചെയ്ത് വർക്കിംഗ് പേപ്പേഴ്സ് എടുക്കാൻ പറഞ്ഞു. പ്രീവിയസ് ഓഡിറ്ററിനെ കോൺടാക്ട് ചെയ്ത് വർക്കിംഗ് പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? വി വിൽ ബി ഹാവിംഗ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ഓഡിറ്റ് ക്ലയന്റ്. ശരിയല്ലേ? ഓക്കെ. നിങ്ങൾ ഇവിടെ നോക്കി, നമ്മള് കൺട്രോൾസ് കുറെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ച് പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കാൻ പറ്റുമോ? നോ. അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ടിന്റെ വർക്ക് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ എക്സ്പേർട്ടിന്റെ വർക്ക് യൂസ് ചെയ്യുന്നത്? നമുക്ക് അറിയില്ലാത്ത എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ അതുമല്ല. ദെൻ ഓഡിറ്റർ കൺട്രോൾസ് റിലേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കൺട്രോൾസ് റിലേ ചെയ്യേണ്ടാത്ത എപ്പോഴാ? കൺട്രോൾസ് റിലയബിൾ അല്ല എന്നുണ്ടെങ്കിലാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പം നമ്മളിവിടെ എടുക്കേണ്ട ഏതാണ്? ക്ലയന്റിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഒബ്ടൈൻ ചെയ്യുക, പ്രീവിയസ് ഇയർ വർക്കിംഗ് പേപ്പേഴ്സ് നോക്കുക. ക്ലിയർലി മനസ്സിലായ എല്ലാവർക്കും? അടുത്ത് വിച്ച് ഓഫ് ദി മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റൻ ആണ്, അറ്റ് ദി സെയിം ടൈം ചിലർക്ക് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. which of the following is the least appropriate materiality used in the audit of B company? വി കമ്പനിയുടെ ഓഡിറ്റിന്റെ കേസിൽ ഏറ്റവും ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയാലിറ്റി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ഏറ്റവും മോശം മെറ്റീരിയാലിറ്റി ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ഒരു ന്യൂ ക്ലയന്റ് ആണ്. ഏറ്റവും മോശം മെറ്റീരിയാലിറ്റി ഏതാ? ഏറ്റവും കൂടുതലായിരിക്കും അല്ലേ? ഏതാ വരിക അപ്പം? 1.5 million. 1.5 million. മക്കളെ, ഒരു പുതിയ ക്ലയന്റ് ആണ്. മെറ്റീരിയാലിറ്റി ഏറ്റവും ഹൈറ്റ് വെക്കുന്നതാണോ നല്ലത്? മെറ്റീരിയാലിറ്റി ഏറ്റവും ലോ വെക്കുന്നതാണോ നല്ലത്? ഇടി വാങ്ങും. മെറ്റീരിയാലിറ്റി ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയാലിറ്റി ഷുഡ് ബി ഓൾവേസ് ബി ലോവർ ലിമിറ്റ് അല്ലേ? മെറ്റീരിയാലിറ്റി എപ്പോഴും ഏറ്റവും കുറച്ച് വെക്കുന്നതാണ് നല്ലത്. കാരണം എന്താ? 4,75,000 നമ്മൾ മെറ്റീരിയാലിറ്റി വെച്ച് കഴിഞ്ഞാൽ 4,75,000 മേലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് മേലുള്ള എല്ലാ മിസ്റ്റേക്സും നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. However, if the amount is above 1.5 million, അങ്ങനെയാണ് 1.5 ബില്യന്റെ മേലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഏതാ നല്ലത്? ഇറ്റ്സ് ബെറ്റർ ടു കീപ് എ ലോവർ ലിമിറ്റ് ഫോർ മെറ്റീരിയാലിറ്റി. 4,75,000 എന്ന് പറയുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് വൺ. ഏറ്റവും ലീസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 1.5. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അതൊരു വെറും ലോജിക്കൽ പോയിന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. മെറ്റീരിയാലിറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ എമൗണ്ട് ആയിരിക്കും. മെറ്റീരിയാലിറ്റി ഏറ്റവും വേസ്റ്റ് എന്ന് പറഞ്ഞാലോ ഏറ്റവും ഹൈയസ്റ്റ് എമൗണ്ട് ആയിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, സെലക്ട് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കൺസിസ്റ്റന്റ് ഓർ നോട്ട് കൺസിസ്റ്റന്റ് വിത്ത് ദ മൂവ്മെന്റ് ഇൻ റവന്യൂ. റവന്യൂല് വന്നേക്കുന്ന മൂവ്മെന്റിനനുസരിച്ച് ഇതിൽ ഏതൊക്കെയാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് കൺസിസ്റ്റന്റ് അല്ലാത്തതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. റവന്യൂവിന്റെ അകത്ത് വന്നേക്കുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ കൂടുവാണോ കുറയാണോ ഇത്? റവന്യൂ കൂടുവാണ് ചെയ്ത് അല്ലെ? 12% പെർ ആനം റവന്യൂ കൂടുവാണ് ചെയ്ത് എന്നാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പൊ റവന്യൂ 12% പെർ ആനം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറ റവന്യൂ ഇൻക്രീസ് ആയി, 12% ഇൻക്രീസ് ആയി. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് കട്ട് ഓഫ് ഓഫ് റവന്യൂ ഈസ് ആൻ ഓഡിറ്റ് റിസ്ക്. റവന്യൂവിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഓഡിറ്റ് റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്താ? കട്ട് ഓഫ് തെറ്റാനായിട്ടുള്ള ചാൻസ് ഇവിടെ ഹൈ ആണോ ലോ ആണോ? ഹൈ അല്ലെ? കാരണം റവന്യൂ കൂടെ ഹൈ ആണ്. അപ്പൊ ഇത് കൺസിസ്റ്റന്റ് ആണോ നോട്ട് കൺസിസ്റ്റന്റ് ആണോ? കൺസിസ്റ്റന്റ്.
കംപ്ലീറ്റ്നെസ് ഓഫ് റവന്യൂ ഈസ് ആൻ ഓഡിറ്റ് റിസ്ക്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവൂല എന്നുള്ളതാണ് ഇവിടുത്തെ റിസ്ക് എന്ന് പറയാം. ഇവിടെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ആണോ ഉള്ളതോ റെക്കോർഡ് ചെയ്യാനുള്ളതിനേക്കാളും കൂടുതൽ റെക്കോർഡ് ചെയ്യാനാണ് ചാൻസ്? ഇവിടെ കംപ്ലീറ്റ്നെസ് ഇഷ്യൂ ആണോ? അല്ല. കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് എപ്പോഴൊരു ഇഷ്യൂ ആയി മാറുന്നത്? കഴിഞ്ഞ വർഷത്തിനേക്കാളും റവന്യൂ വർഷം കുറയുമ്പോഴാണ് നമ്മൾ അതിനൊരു ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? കാണിക്കേണ്ടതെല്ലാം കാണിച്ചിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇവിടെ കാണിക്കേണ്ടതിനേക്കാളും കൂടുതൽ കാണിച്ചുകൊണ്ടായിരിക്കില്ലേ റവന്യൂ ഇത്രയും കൂടിയത്. ഓക്കെ, അപ്പൊ ഈസ് ആർ എ കൺസിസ്റ്റന്റ് വൺ ആൻഡ് നോട്ട് കൺസിസ്റ്റന്റ് വൺ? ഇനി ഒക്കറൻസ് ഓഫ് റവന്യൂ ഈസ് ആൻ ഓഡിറ്റ് റിസ്ക്. ഒക്കറൻസ് ഇവിടെ അഫക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടോ? യെസ്. കാരണം എന്താ? ഇവര് ശരിക്കും ഒക്കർ ചെയ്യാത്ത ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് റവന്യൂ കൂടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്കറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇഷ്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഓൾസോ കൺസിസ്റ്റന്റ്. ക്ലിയർ ആയ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഇസ് കൺസിസ്റ്റന്റ്, സെക്കൻഡ് വൺ ഇസ് നോട്ട് കൺസിസ്റ്റന്റ്, തേർഡ് വൺ ഇസ് ഓൾസോ കൺസിസ്റ്റന്റ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, match the audit risk given with the most appropriate responses the auditor of weak company should take. Receivables. റിസീവബിൾസിന്റെ ബാലൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏതാണെന്നാണ് ചോദിച്ചത്. ഫിസിക്കലി ഇൻസ്പെക്ട് എ സാമ്പിൾ ഓഫ് എക്സ്പ്ലോറേഷൻ ഏരിയ. എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. കോൺടാക്ട് എ സാമ്പിൾ ഓഫ് കസ്റ്റമേഴ്സ് ടു കൺഫേം ഇയർ ആൻഡ് ബാലൻസ്. എന്തെങ്കിലും ബന്ധമുണ്ടോ? ചെറിയ ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ കോൺടാക്ട് ചെയ്യാന്ന് പറയുന്ന എപ്പോഴെങ്കിലും നമ്മളൊരു റെസ്പോൺസ് ആയിട്ട് എടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ അവിടെ പറയുന്ന ടേം ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു നമ്മള് ഇത് ലെറ്റർ അയക്കൂലേ ക്ലയന്റിന്, അപ്പൊ നമ്മളത് അതിലല്ല, നമ്മൾ കോൺടാക്ട് എന്നുള്ള ടേം യൂസ് ചെയ്യത്തില്ല. നമ്മൾ അവിടെ ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് നമുക്ക് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് റിട്ടേൺ റെസ്പോൺസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ അതിനെ എവിഡൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ സർ. ആസ്ക് ദ മാനേജ്മെന്റ് ടു അഡ്ജസ്റ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബന്ധമൊന്നുമില്ല. ഇൻസ്പെക്ട് ദ ലൈസൻസ് എഗ്രിമെന്റ്. ബന്ധമൊന്നുമില്ല. റിവ്യൂ കറസ്പോണ്ടൻസ് വിത്ത് കസ്റ്റമേഴ്സ്. ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു റിസീവബിൾസ് ബാലൻസസ് റിക്കവറബിൾ ആണോ എന്നറിയാൻ കസ്റ്റമറുമായിട്ടുള്ള കറസ്പോണ്ടൻസ് നമുക്ക് നോക്കാം. സബ്സ്റ്റാൻറ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത അമോർട്ടൈസേഷൻ, ഡിപ്രിസിയേഷൻ. ബന്ധമൊന്നുമില്ല. നോൺ കറന്റ് അസറ്റ്സ്. നോൺ കറന്റ് അസറ്റ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോൺ കറന്റ് അസറ്റ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിപ്രിസിയേഷന്റെ പോയിന്റ് ആണോ എഴുതേണ്ടത് അതോ ഫിസിക്കലി ഇൻസ്പെക്ട് ആണോ എഴുതേണ്ടത്? ഡിപ്രിസിയേഷൻ. കാരണം എന്താ മക്കളെ? കാരണം എന്താ? നോൺ കറന്റ് അസറ്റ് നമ്മൾ സാമ്പിൾ എടുത്തിട്ടാണോ പോയി ടെസ്റ്റ് ചെയ്യാറ്? അല്ല. നമ്മൾ നോൺ കറന്റ് അസറ്റ് എപ്പോഴും എന്താ ചെക്ക് ചെയ്യാം? ടോട്ടൽ നോൺ കറന്റ് അസറ്റ് രജിസ്റ്ററിന്റെ അകത്തുള്ളത് ഫിസിക്കലി ആണെന്ന് നോക്കാറ്. സാമ്പിൾസ് അല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന. സാമ്പിൾസ് ടെസ്റ്റ് ചെയ്യുന്ന എന്തിനു മാത്രമാണ്? ഇൻവെന്ററിക്ക് മാത്രമാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോയിന്റ് ഏതാ? അമോർട്ടൈസേഷൻ അല്ലേ? അമോർട്ടൈസേഷൻ ആണ്. കാരണം എന്താ? നമ്മളോട് പറഞ്ഞായിരുന്നു ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ഇഷ്യൂ എന്താണെന്നാ നമ്മളോട് പറഞ്ഞത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അവര് ഇൻകറക്റ്റ് ആയിട്ടാണ് അമോർട്ടൈസ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ഇൻകറക്റ്റ് ആയിട്ടാണോ അമോർട്ടൈസ് ചെയ്തേക്കുന്നത് അറിയാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറ്റുക. ക്ലിയർ ആയോ? ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ഉള്ള ആൻസർ എന്ന് പറയാം. പ്രോപ്പർലി മനസ്സിലായോ എല്ലാവർക്കും? നിങ്ങൾക്ക് ഇത് എക്സാമിന് വരുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും? ഇങ്ങനെ മറ്റേ കോളം തന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ 6 കോളം തന്നിട്ടുണ്ടാവും. നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ഈ കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്തിടാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിസീവ്സ് വലിച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടുക. കറസ്പോണ്ടിങ്ങിലി ഇതും വലിച്ച് ഇവിടെ കൊണ്ടുവന്നിടുക, ഇത് വലിച്ച് ഇവിടെ ഇടുക, ഇത് കഴിച്ച് ഇവിടെ ഇടുക. അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായോ? ഓക്കെ. ഓൾറൈറ്റ്. ഈ 3 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പ്രോപ്പർലി ക്ലിയർ അല്ലേ? Yeah. So let's start with another one. Again, it's a question based on the same area. നമ്മുടെ substantives in area, audit planning and risk in area and base ചെയ്താണ് question ചെയ്യാൻ പോകുന്നത്. It's page number 34 in the revision kit. Question number 81 to 85. So ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും. ലിസി ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റൻ നമ്പർ 81 to 85 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ എല്ലാവരും.
It is 1st July 2015. You are an audit supervisor with L&Co, reviewing the extract from the sales and dispatch systems documentation in the preparation for the interim audit of Hailstorms Company. The company's year end is 30th September 2050. Hailstorm Co. manufactures snacks such as potato chips, which are supplied to large and small food retailers. Hailstorm Company has experienced significant growth over the recent years, and in response to this growth, senior management has established an internal audit department to improve the control environment of the company. You are a member of the recently formed internal audit department. Senior management of Hailstorm Co. has concerns about the effectiveness of the company's sales and dispatch system and has instructed the internal audit department to perform a review of the system. Any deficiencies identified are reported to the finance director, who will report the findings back to the board of directors at the next meeting. Recommendations and improvement are also provided. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ എന്താ, ഈ ഹെയിൽസ്റ്റോം കമ്പനി എന്ന് പറയുന്ന കമ്പനി അവര് പൊട്ടറ്റോ ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ആൻഡ് നിങ്ങളോട് പറഞ്ഞു അവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട്. അപ്പൊ ഈ സീനിയർ മാനേജ്മെന്റ് തീരുമാനിച്ചു ഒരു ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു, കൺട്രോൾ എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ സീനിയർ മാനേജ്മെന്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് കമ്പനി സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിനെ കുറിച്ച് കുറെ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിനോട് റിവ്യൂ നടത്താൻ പറഞ്ഞു. എന്നിട്ട് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് റിവ്യൂ നടത്തിയിട്ട് അത് ആദ്യമേ അവർ ഫിനാൻസ് ഡയറക്ടറെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഫിനാൻസ് ഡയറക്ടറാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് ഇന്റേണൽ ഓഡിറ്റ് ടീം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അവർ എന്നിട്ട് ഇംപ്രൂവ്മെന്റ്സും കൊടുക്കുന്നുണ്ടാവും. ആൻഡ് അവിടെ അവർ കണ്ടുപിടിച്ച മേജർ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഒന്ന്, നമ്മൾ എപ്പോഴും നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനകത്ത് കാണാറുള്ള സ്ഥിരമുള്ള ഡെഫിഷ്യൻസീസ് തന്നെയാണ്. ഇന്റേണൽ കൺട്രോളിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്ന്. ആദ്യമേ നിങ്ങളോട് പറഞ്ഞു അവരുടെ ഇൻവെന്ററി അവൈലബിലിറ്റി നോക്കാതെയാണ് അവർ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിൽ കാണാറുള്ള ഒരു പോയിന്റ് ആണ് അത്. അടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞു ടെലിഫോൺ ഓർഡേഴ്സ് ഇനീഷ്യലി അവർ നോട്ട് ചെയ്യുന്ന പീസ് ഓഫ് പേപ്പറിലാണ്. അതിനുശേഷമാണ് കോൾ എൻഡ് ചെയ്തതിനു ശേഷം അവർ ഒറിജിനൽ ഡോക്യുമെന്റിലേക്ക് 3 പാർട്ട് പ്രീ പ്രിന്റഡ് ഓർഡർ ഫോമിലേക്കൊക്കെ അവർ മാറ്റുന്നു. അടുത്ത നമ്മളോട് പറഞ്ഞു ഓർഡേഴ്സ് ഒന്നും സീക്വൻഷ്യലി നമ്പേർഡ് അല്ല. ഫൈനലി നമ്മളോട് പറഞ്ഞു എന്താ, ഓൺലൈൻ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ചെയ്താലും ഇവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അതിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് നിങ്ങളോട് റിക്കവറി ചോദിക്കുകയാണ്, which of the following is not an objective of Hailstorms Company's sales and dispatch system? സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്താണ് എന്നാണ് നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ്. മക്കളെ ഒന്ന് പറഞ്ഞേ, ഈ 4 എണ്ണത്തിന്റെ അകത്ത് ഏതാണ് സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിൻ്റെത് അല്ലാത്തത്? ഫസ്റ്റ് വൺ, ടു എൻഷുർ ഓർഡേഴ്സ് ആർ ഓൺലി അക്സെപ്റ്റഡ് ഇഫ് ഗുഡ്സ് ആർ അവൈലബിൾ. ഗുഡ്സ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് ആണോ? അതെ. ഇനി ensure that all orders are recorded completely and accurately. ഓരോ സെയിൽസ് ഓർഡേഴ്സും കംപ്ലീറ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് എൻഷുർ ചെയ്യാന്നുള്ളത് സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് ആണോ? ആണോ? അതെ. ടു എൻഷുർ ഡിസ്കൗണ്ട്സ് റിസീവ്ഡ് ആർ അക്കൗണ്ടഡ് ഫോർ കംപ്ലീറ്റ്ലി ആൻഡ് ആക്യുറേറ്റ്ലി. ഡിസ്കൗണ്ട് കിട്ടിയേക്കുന്നത് കംപ്ലീറ്റ് ആണോ ആക്യുറേറ്റ് ആണോ എന്ന് നോക്കുന്നത് സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിനെയാണോ? അല്ല. ഏതിന്റെയാ? പർച്ചേസിന്റെ. പർച്ചേസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് നമ്മൾ നോക്കുന്നത്. സെയിൽസിന്റെ ആയിരുന്നു അവിടെ എന്തായിരുന്നു വരേണ്ടത്? ടു എൻഷുർ ഡിസ്കൗണ്ട്സ് പ്രൊവൈഡഡ് ആയിരുന്നു അല്ലെ. നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ആണോ ആക്യുറേറ്റ് ആണോ എന്നാണ് അവിടെ നോക്കേണ്ടത്. ശരിയല്ലേ മക്കളെ? ഓക്കെ. ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടേതാണോ? അല്ല. ഇറ്റ്സ് എ പർച്ചേസ് സിസ്റ്റംസ് ഒബ്ജക്റ്റീവ്. ലാസ്റ്റ്, ഗുഡ്സ് ഓരോന്നും ഡിസ്പാച്ച് ചെയ്തേക്കുന്ന കറക്റ്റ് ആയിട്ട് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതും ഏതിന്റെ ഒബ്ജക്റ്റീവ് ആണ്? സെയിൽസ് ആൻഡ് ഡിസ്പാച്ച് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ റോങ് ആൻസർ എന്ന് പറഞ്ഞ ഏതാണ്? ഇറ്റ്സ് സി. ദാറ്റ്സ് ആൻസർ സി. അതാണ് ആൻസർ ആയിട്ട് സി ആയിട്ട് വന്നത്. ക്ലിയർ ആയി എല്ലാവർക്കും? അടുത്ത നിങ്ങളോട് ചോദിക്കുകയാണ് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ കൺട്രോൾ ഡെഫിഷ്യൻസീസ് ടു ആൻ അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ഇഷ്യൂ. അപ്പൊ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവിടെയുള്ള ഓരോരോ ഡെഫിഷ്യൻസി 1, 2, 3, 4 അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട റെക്കമെൻഡേഷൻസ് ആണ്. സ്ഥിരം നിങ്ങൾ ചെയ്യാറുള്ള കാര്യം തന്നെ. ഫസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഇൻവെന്ററി ഇസ് നോട്ട് ചെക്ക്ഡ് അണ്ടിൽ ദ ടൈം ഓഫ് ഓർഡറിംഗ്. അവര് ഗുഡ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അവര് ഓർഡേഴ്സ് ചെക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഗുഡ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത്, അതായത് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇൻവെന്ററി അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാവുക? ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാവുക? അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
നമുക്ക് എല്ലാ ഓർഡേഴ്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഓപ്ഷൻ ഏതാ വരിക? സി. ഓപ്ഷൻ സി ഇസ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത പ്രോബ്ലം ഏതായിരുന്നു? ടെലിഫോൺ ഓർഡേഴ്സ് അവർ ആദ്യമേ പ്ലെയിൻ പേപ്പറിൽ റെക്കോർഡ് ചെയ്യും, പീസ് ഓഫ് പേപ്പറിൽ. അതിന് ശേഷമാണ് അവർ ഒറിജിനൽ ഫോമിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? Unfulfilled orders. Risk of incorrect orders. എങ്ങനെ? Risk of incorrect Incorrect order being orders. dispatched. Incorrect orders. ഇൻകറക്റ്റ് ഓർഡേഴ്സ് ഡിസ്പാച്ച് ആവും അല്ലെ? അൺഫുൾഫിൽഡ് ഓർഡേഴ്സ് എന്നുള്ളതല്ല, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും പോകുന്നുണ്ടാവും. കാരണം അവര് ഓർഡർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അടുത്ത് ഓർഡർ ഫോംസ് ആർ നോട്ട് സീക്വൻഷ്യൽ നമ്പർ. ഓർഡർ ഫോംസ് സീക്വൻഷ്യൽ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉണ്ടാവും. ഇനി ആസ് യൂഷ്വൽ പണ്ട് നമ്മൾ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ബാലൻസ് കിടക്കുന്ന നേരെ കൊണ്ട്. അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. നമുക്ക് എന്ത് നോക്കാം? ഓർഡേഴ്സ് ഇപ്പം ഓൺലൈൻ സിസ്റ്റം വഴി പ്ലേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ആവുന്നു പറഞ്ഞു. ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? റിക്കവറബിൾ ഉണ്ടാവും. പെർഫെക്റ്റ്. ഇനി നോക്കിയേ അടുത്ത്, വിച്ച് ടു ആർ ദ അപ്രോപ്രിയേറ്റ് റെക്കമെൻഡേഷൻസ് ടു അഡ്രസ് ക്രെഡിറ്റ് ലിമിറ്റ് സിസ്റ്റം ഡെഫിഷ്യൻസി. നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ അകത്തൊരു ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ഡെഫിഷ്യൻസി എന്തായിരുന്നു? ഓൺലൈൻ ഓർഡേഴ്സിൽ നമ്മൾ കൂടുതൽ എമൗണ്ട്, അതായത് ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ചെയ്താൽ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ നോക്കിയേ, ക്രെഡിറ്റ് ലിമിറ്റ് ഷുഡ് ബി റിവ്യൂഡ് ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഓൺ റെഗുലർ ബേസിസ് ആൻഡ് അമെൻഡഡ് ആസ് അപ്രോപ്രിയേറ്റ്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് റെഗുലർലി ഒരു സീനിയർ ആയിട്ടുള്ള ആൾ റിവ്യൂ ചെയ്തിട്ട് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പൊ അമെൻഡ് ചെയ്യണം. കറക്റ്റ് ആണ്. സെയിൽസ് ഓർഡേഴ്സ് ഷുഡ് ബി allowed to use discretion to raise credit limit to avoid losing revenue. Revenue നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സെയിൽസ് ഓർഡറിംഗ് ക്ലർക്കിന് ഈ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണോ? ഓൺലൈൻ സിസ്റ്റം ഷുഡ് ബി പ്രോഗ്രാം ടു അലൗ ഓർഡേഴ്സ് അപ് ടു എ മാക്സിമം ഓഫ് 5% ഇൻ എക്സസ് ഓഫ് ദി ക്രെഡിറ്റ് ലിമിറ്റ്. ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് 5% കൂടി വരെ മാക്സിമം ഓൺലൈൻ ഓർഡറിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് എടുക്കാനായിട്ടുള്ള റൈറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. കറക്റ്റ് ആണോ? ലാസ്റ്റ് വൺ എന്താ പറഞ്ഞേക്കുന്നത്? ഓർഡേഴ്സ് വിച്ച് കോസ് എ കസ്റ്റമർ ടു എക്സീഡ് ദ ക്രെഡിറ്റ് ലിമിറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ ഫോർ അപ്രൂവൽ. അതായത് ഓർഡർ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സീനിയർ ഒഫീഷ്യൽ അത് അപ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണോ? രണ്ടെണ്ണം ചൂസ് ചെയ്യണം. കറക്റ്റ് ആണോ? ഇനി അതെല്ലാം ബാക്കിയുള്ളൂ. കറക്റ്റ് ആണ്. അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ്. കാരണം എന്താ? സീനിയറിന്റെ അടുത്ത് നിന്നാണ് അപ്രൂവൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം ആൻസർ ഏതൊക്കെയാ വരിക? ഇറ്റ്സ് 1 and 4. ക്ലിയർ ആയോ? നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദി ഫോളോയിങ് റെക്കമെൻഡേഷൻ ഷുഡ് ബി മെയ്ഡ് ടു അഡ്രസ് ഡെഫിഷ്യൻസീസ് 2 and 3. നമ്മുടെ സെക്കൻഡും തേർഡിനും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് ആണ്? സെക്കൻഡ് വൺ ഏതാന്ന്, തേർഡ് വൺ ഏതാന്ന് നോക്കിയിട്ട് വേണം അവിടെ പോകാൻ. ഗസ് അടിക്കരുത്, മാറിപ്പോകും ചിലപ്പോൾ ആൻസർ. സെക്കൻഡ് വൺ ഏതായിരുന്നു? ടെലിഫോൺ ഓർഡേഴ്സ് അവര് പ്ലെയിൻ പേപ്പർ റെക്കോർഡ് ചെയ്തിട്ട് അവർ പിന്നീട് കോൾ കട്ട് ചെയ്തതിനു ശേഷം ഓർഡർ ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതും ഓർഡേഴ്സ് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുള്ളതുമാണ് നമ്മുടെ പ്രശ്നം. ഫസ്റ്റ് നോക്കിയേ, order clerk should have online access to view real-time inventory quantity at the time of ordering. നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഇൻവെന്ററി അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണോ നമ്മുടെ പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് മാറിപ്പോകുന്നത്. പറഞ്ഞു മനസ്സിലായോ? അവിടെ തന്നേക്കുന്ന റെക്കമെൻഡേഷൻസ് എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താ? നിങ്ങളോട് ചോദിച്ചേക്കുന്നത് 2ഉം 3ഉം ആ 2 പോയിന്റിലുള്ള റെക്കമെൻഡേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. 2വിന്റെ അകത്ത് ഇപ്പൊ ഫസ്റ്റ് വൺ ഇൻവെന്ററി അവൈലബിലിറ്റിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് പറയാം. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താ? ഒന്ന് അവർ പീസ് ഓഫ് പേപ്പർ റെക്കോർഡ് ചെയ്യുന്നു, രണ്ട് അത് സീക്വൻഷ്യലി നമ്പേർഡ് അല്ല എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് വൺ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ സിസ്റ്റം നോക്കണം എന്നുള്ളതാണോ നമ്മുടെ സൊല്യൂഷൻ? അല്ല. നല്ല ആൻസർ ഈസിലി മനസ്സിലായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്കീം ചെയ്തൂടെ? കട്ട് ചെയ്ത് കളയാം. ശരിയല്ലേ? ഇതും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഇനി ഏതാ വരുന്നത്? 2, 3 and 4. 2, 3 and 4. അപ്പൊ ഇതിന്റെ അകത്തെ ഫോർത്ത് വൺ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കസ്റ്റമേഴ്സ് ഷുഡ് ബി ഇൻസ്ട്രക്ടഡ് നോട്ട് ടു പ്ലേസ് ദ ഓർഡേഴ്സ് ബൈ ടെലിഫോൺ. ടെലിഫോണിൽ കൂടെ ഓർഡർ ചെയ്തതെന്ന് കസ്റ്റമറിനോട് പറഞ്ഞാൽ മതി. അതൊരു റെക്കമെൻഡേഷൻ ആണോ? അല്ല. അപ്പൊ അതല്ല ആൻസർ. അപ്പൊ നമുക്ക് മനസ്സിലായി 4 ഇല്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് 2 and 3 കിട്ടി. അങ്ങനെ വേണമെങ്കിലും പിക്ക് ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, ഇതിപ്പോ നമ്മൾ ട്രിക്ക് വെച്ചിട്ട് കിട്ടിയത്. ഇനി ആൻസർ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കിയേ, ഓർഡർ ഫോം ഷുഡ് ബി സീക്വൻഷ്യലി പ്രീ നമ്പേർഡ് ആൻഡ് എ റെഗുലർ സീക്വൻസ് ചെക്ക് ഷുഡ് ബി പെർഫോം. കറക്റ്റ് അല്ലേ? ഓർഡർ ഫോംസ് സീക്വൻഷ്യൽ നമ്പർ ചെയ്യണം. കാരണം നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? ഫോംസ് സീക്വൻഷ്യൽ നമ്പേർഡ് അല്ല എന്നുള്ളതായിരുന്നു ഇഷ്യൂ. റെക്കമെൻഡേഷൻ എന്താണ്? സീക്വൻഷ്യൽ നമ്പർ ചെയ്യണം എന്നുള്ളത്. അടുത്തത്, ഓൾ ഓർഡേഴ്സ് ഷുഡ് ബി എൻറ്റേർഡ് ഡയറക്ട്ലി ഇൻ ദ ഓർഡറിംഗ് സിസ്റ്റം ആസ് ദി കസ്റ്റമർ ഈസ് പ്ലേസിംഗ് ദ ഓർഡർ. നമ്മുടെ സെക്കൻഡ് ഇഷ്യൂ എന്തായിരുന്നു? അവര് പ്ലെയിൻ പേപ്പർ റെക്കോർഡ് ചെയ്യുന്നുള്ളത്. അതിന് പകരം കൗണ്ടർ ആയിട്ട് അവർ പറഞ്ഞ എന്താണ്? പ്ലെയിൻ പേപ്പർ റെക്കോർഡ് ചെയ്യാതെ ഡയറക്ട്ലി എവിടെ റെക്കോർഡ് ചെയ്യണം? ഓർഡറിംഗ് സിസ്റ്റത്തിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് രണ്ടും
സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ്സ് 2 and 3. ക്ലിയർ ആയോ? Yeah. And the final one, which of the following statement is true in respect of review findings? നമ്മളോട് റിവ്യൂ ഫൈൻഡിങ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇവർ ഈ റിവ്യൂ ഫൈൻഡിങ്സ്, അതായത് ഫൈൻഡിങ്സ് ഇവർ റിവ്യൂ ചെയ്തതിന്റെ ഫൈൻഡിങ്സ് ഇവർ എന്ത് ചെയ്യും എന്നാ നമ്മളോട് പറഞ്ഞ്? ആദ്യമേ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫൈൻഡിങ്സ് കൊണ്ടുപോയിട്ട് ഫിനാൻസ് ഡയറക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫിനാൻസ് ഡയറക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഫിനാൻസ് ഡയറക്ടർ ഇത് ആരോട് പറയും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പറയും. എന്നിട്ട് അവർ ആ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ ഫൈൻഡിങ്സിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഏതാണ് ട്രൂ എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഫൈൻഡിങ്സ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഫൈൻഡിങ്സ് എല്ലാം കൂടെ കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? പറയാറുണ്ടോ നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ ഫൈൻഡിങ്സ്? ഇല്ല. നമ്മൾ പറയുന്ന എന്ത് മാത്രമാ? എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ കാര്യം മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിനോട് പറയാ. റെക്കമെൻഡേഷൻസ് വിൽ നീഡ് ടു ബി ആക്ഷൻ ബിഫോർ ദ എക്സ്റ്റേണൽ ഓഡിറ്റ് കമ്മൻസസ്. അതായത് റെക്കമെൻഡേഷൻസ് എല്ലാം എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന് മുന്നേ തന്നെ കറക്റ്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യണം. കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യമുണ്ടോ? എക്സ്റ്റേണൽ ഓഡിറ്ററായി നമ്മൾ നോക്കുന്ന ഇയർ എൻഡിന്റെ അന്ന് കൺട്രോൾസ് ഉണ്ടോന്നാണോ അതോ ഓവർ ദ ഇയർ കൺട്രോൾ ഉണ്ടായിരുന്നോ എന്നാണോ? ഓവർ ദ ഇയർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതല്ല ആൻസർ. Findings should be reported directly to the board of directors rather than the finance director. Correct. Correct ആണോ? Yes, sir. Correct ആണോ? Yes, sir. The findings should be discussed to the external auditor before communicating to finance director. ഇത് correct ആണോ? No. അല്ല. ഇന്റേണൽ ഓഡിറ്റ് ടീം ആ കാര്യം നേരെ വന്ന് എക്സ്റ്റേണൽ ഓഡിറ്റിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ എംപ്ലോയി ആണ്? കമ്പനിയുടെ എംപ്ലോയി ആണ്. അവർ ആരോട് റിപ്പോർട്ട് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട്. അതുകൊണ്ട് തന്നെ ഇതല്ല. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇറ്റ്സ് സി. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഫിനാൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിവ്യൂ നടത്തിയിട്ട് ആരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ ബോർഡിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഫിനാൻസ് ഡയറക്ടറുടെ അടുത്തല്ല. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ ആയ എല്ലാവർക്കും? Yes, sir. ഓൾറൈറ്റ്. Sir, ഇവിടെ those concerned with governance ഉണ്ടെങ്കിലോ? എവിടെയാ ഈ ഓപ്ഷനിൽ അത് അവർ തന്നേക്കുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ല, പക്ഷേ those concerned with governance ആണെങ്കിലോ? ദോസ് ഗവർണൻസ് ആണെങ്കിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് തന്നെയാണ് കേട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ല, പകരം ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ഉള്ള ടേം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂങ്കിൽ നമുക്ക് എന്ത് പറയാം? ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് പറയാം. Okay. All right, so let's start with another one. It's question number 106. Question number 106. So please take question number 106. So നോക്കിയ എല്ലാവരും, you are the audit senior of B & Co. and you are currently conducting the audit of Poppy Company for the year ended 31st March 2015. Materiality has been set at 50,000 and you are carrying out the detailed substantive testing on the year-end payables balance. Audit manager has emphasized that understatement of the trade payables balance is significant audit risk. Below is an extract from the list of supplier statement as at 31st March 2015, held by the company and the corresponding payables ledger balance at the same date, along with some commentary on the noted differences. Supplier statement in അകത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 70 ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബാലൻസ്, അതായത് സപ്ലൈ സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാലൻസ്. പക്ഷെ പേയബിൾസ് ബാലൻസിൽ 50 ഉള്ളൂ. ലിലി കമ്പനിയുടെ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് 175 ആണ്. പക്ഷെ നമുക്ക് അവിടെയും സപ്ലൈർ സ്റ്റേറ്റ്മെന്റിന്റെ അകത്തുള്ളത് 175 ആണെങ്കിലും നമ്മുടെ ലെഡ്ജറിന്റെ അകത്ത് 105 ഉള്ളൂ. അപ്പൊ നമ്മളോട് മാരകമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മളോട് പറഞ്ഞ മെറ്റീരിയാലിറ്റി 50,000 ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ട്രേഡ് പേയബിൾസ് അണ്ടർസ്റ്റേറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നത്. ആൻഡ് ഇവിടെ നമ്മളോട് പറയാണ് ഈ 50 70 തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഒരു 20യുടെ. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിയേ. ഡിഫറൻസ് ഇൻ ബാലൻസ് ഇസ് ഡ്യൂ ടു ആൻ ഇൻവോയ്സ് വിച്ച് ഇസ് അണ്ടർ ദ ഡിസ്പ്യൂട്ട് ഡ്യൂ ടു ഫോൾട്ടി ഗുഡ്സ് വിച്ച് ഈസ് ബീങ് റിട്ടേൺ ഓൺ 29th March 2015. നമ്മളോട് പറയാണ് ഇവിടെ ഒരു 20,000 കുറഞ്ഞു കിടക്കുന്നതിന് റീസൺ എന്ന് പറഞ്ഞാൽ ഇവരൊരു ഗുഡ്സ് റിട്ടേൺ ചെയ്തിരുന്നു, ഫോൾട്ടി ആയിട്ടുള്ള ഗുഡ്സ്. അത് കാരണം കൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത്. അത് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, സപ്ലയർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ബുക്സിൽ നിന്ന് കുറച്ചു. അടുത്ത നമ്മളോട് പറയാണ് ഡിഫറൻസ് ഇൻ ദ ബാലൻസ് ഈസ് ഡ്യൂ ടു ദ സപ്ലയർ സ്റ്റേറ്റ്മെന്റ് ഷോവിംഗ് ആൻ ഇൻവോയ്സ് ഡേറ്റഡ് ഓൺ 28th March 2015 for 70,000 which was not recorded in the financial statements until after the year end. The payables clerk has advised the audit team that the invoice was not received until 2nd April 2015. ഇവിടെ നമ്മളോട് പറയാണ്
സപ്ലയർ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മളോട് തന്നേക്കുന്ന ബാലൻസും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് റെക്കോർഡ് ചെയ്തേക്കുന്ന തമ്മിൽ 70,000 ഡിഫറൻസ് ഉണ്ട്. ആ 70,000 ഡിഫറൻസ് എന്ത് കാരണം കൊണ്ടാവെന്ന് പറഞ്ഞേക്കുന്നത്? ഇൻവോയ്സ് ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. 2 ഏപ്രിൽ വരെ അവർക്ക് ഇൻവോയ്സ് കിട്ടിയിട്ടില്ല. അത് കാരണം കൊണ്ടാണ് അവർ എമൗണ്ട് റെക്കോർഡ് ചെയ്യാത്തതെന്നാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് താഴേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഔട്ട് ഓഫ് ദിസ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The audit manager has asked you to review the full list of trade payables. Select balances for which supplier statement reconciliation will not be performed. നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇവിടെ ഏതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിച്ചത്. വിച്ച് 3 of the items should be selected for testing. നിങ്ങൾ ഫുൾ ലിസ്റ്റ് ഓഫ് ട്രേഡ് പേയബിൾസ് റിവ്യൂ ചെയ്യാൻ നിങ്ങളോട് ഓഡിറ്റ് മാനേജർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സപ്ലൈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബാലൻസസ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടാണ് നിങ്ങളുടെ ആവശ്യം. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റിവ്യൂ ചെയ്യേണ്ടി വരിക എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, ഈ ടോട്ടൽ പറഞ്ഞേക്കുന്നതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒരെണ്ണം തെറ്റായിട്ടുള്ള ഒമിറ്റ് ചെയ്താൽ മതി. ഫസ്റ്റ്, സപ്ലയർ വിത്ത് മെറ്റീരിയൽ ബാലൻസസ് അറ്റ് ദി ഇയർ. മെറ്റീരിയൽ ബാലൻസ് ഉള്ള സപ്ലയറിന്റെ ബാലൻസ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. സപ്ലയേഴ്സ് വിച്ച് ഹാവ് എ ഹൈ വോളിയം ഓഫ് ബിസിനസ് വിത്ത് പോപ്പി കമ്പനി. നമ്മുടെ കമ്പനിയായിട്ട് ഹൈ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഉള്ള സപ്ലയേഴ്സിന്റെ എല്ലാവരെയും ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആവശ്യമുണ്ടോ? ഉണ്ട്. മേജർ സപ്ലയേഴ്സ് ഓഫ് പോപ്പി കമ്പനി വിത്ത് നിൽ ബാലൻസ് അറ്റ് ദി ഇയർ. ഇയർ എൻഡിന്റെ സമയത്ത് 0 ബാലൻസ് വന്നേക്കുന്ന സപ്ലയറിന്റെ ബാലൻസ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Yes or no? Yes. ഇവിടെ 0 ബാലൻസ് പറഞ്ഞ ഭയങ്കര വലിയ ഇഷ്യൂ ആണ്, ശരിയല്ലേ? കാരണം എന്താ? പേബിൾസ് ആണ്. പേബിൾസിൽ 0 എന്ന് പറഞ്ഞാൽ കമ്പനി ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഇന്റൻഷനലി അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പേബിൾസ് ബാലൻസിന്റെ ഇയർ എൻഡ് നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം ഇയർ എൻഡിന് സമയത്ത് 0 ബാലൻസ് ഉള്ള ഒക്കെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. മേജർ സപ്ലയർ ഓഫ് പോപ്പി where the statement agree with the ledger. ജനറൽ ലെഡ്ജറും സ്റ്റേറ്റ്മെന്റും തമ്മിൽ എഗ്രി ആവുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അത് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കാരണം സപ്ലൈ സ്റ്റേറ്റ്മെന്റ് അതും ജനറൽ ലെഡ്ജറിന്റെ അതും പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞ ഏതാണ്? ഇറ്റ്സ് ഓപ്ഷൻ ഡി. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ ഗൈസ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. സോറി, സോറി, അതായത് നമ്മുടെ ഇവിടുത്തെ തെറ്റായിട്ട് വന്നേക്കുന്ന ഓപ്ഷൻ ഡി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് 3. ഓക്കെ, സോ നോക്കിയേ 107. Which of the following audit procedures should be performed in relation to the balance of Lilly company to determine if the trade payable balance is understated? നമ്മുടെ ലില്ലി കമ്പനി ആയിട്ട് നടത്തിയേക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളോട് പറഞ്ഞു ഇയർ എൻഡിന്റെ സമയത്ത് ഇവർക്ക് ഒരു ഇൻവോയ്സ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവർ എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇൻവോയ്സ് കിട്ടിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണോ നമ്മൾ എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്? മക്കളെ, ഇൻവോയ്സ് കിട്ടിയോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ എമൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഗുഡ്സ് റിസീവ് ചെയ്തോന്നല്ലേ നമ്മൾ നോക്കുന്നത്? ആണോ? അതെ. അല്ല, ഞാൻ കാരോട് ചോദിക്കട്ടോ, ഓർമ്മയില്ല നിങ്ങൾക്ക്? നമ്മളൊരു ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോഴാണോ റെക്കോർഡ് ചെയ്യുക, അതോ ഇൻവോയ്സ് കിട്ടുമ്പോഴാണോ റെക്കോർഡ് ചെയ്യുക? ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ. കാരണം ഇൻവോയ്സ് സപ്ലയറിന് തോന്നുമ്പോഴാണ് സപ്ലയർ അയക്കുക. അപ്പൊ എന്നാണോ ഗുഡ്സ് കിട്ടിയത് അന്ന് തന്നെ നമുക്ക് ഒബ്ലിഗേഷൻ ആയി. അപ്പൊ അന്ന് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പം നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? നിങ്ങളുടെ ഈ ഓഡിറ്റ് പ്രൊസീജിയർ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ലില്ലി കമ്പനിയുടെ പേബിൾസ് ബാലൻസ് അണ്ടർസ്റ്റേറ്റഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ്, ഇൻസ്പെക്ട് ദ GRN ടു ഡിറ്റർമൈൻ വെൻ ദ ഗുഡ്സ് വെർ റിസീവ്ഡ്. കറക്റ്റ് ആണോ? സെക്കൻഡ് വേണമെങ്കിലും നോക്കുക. ഇൻസ്പെക്ട് ദ പർച്ചേസ് ഓർഡർ ടു കൺഫേം ഇറ്റ് ഈസ് ഡേറ്റഡ് ബിഫോർ ദി ഇയർ എൻഡ്. പർച്ചേസ് ഓർഡർ നോക്കാൻ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ? റിവ്യൂ ദ പോസ്റ്റ് ഇയർ എൻഡ് ക്യാഷ് ബുക്ക് ഫോർ ദ എവിഡൻസ് ഓഫ് പേയ്മെന്റ് ഓഫ് ഇൻവോയ്സ്. നമ്മൾ പോസ്റ്റ് ഇയറിലെ ക്യാഷ് ബുക്ക് നോക്കാൻ പറഞ്ഞു, ഇൻവോയ്സ് പേ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. സെൻഡ് കൺഫർമേഷൻ റിക്വസ്റ്റ് ടു ലില്ലി കമ്പനി ടു കൺഫേം ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കൺഫർമേഷൻ അയക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കംപ്ലീറ്റ്നെസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് കൺഫർമേഷൻ അയച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എത്ര ബാലൻസ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എത്ര ഗുഡ്സ് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ഇയർ എൻഡിന് മുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? GRN ആണ് നമ്മൾ നോക്കേണ്ടത്, ഗുഡ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ. ക്ലിയർ ആയോ? ക്ലിയർ? നെക്സ്റ്റ് വൺ നോക്കി മക്കളെ. Which of the following audit procedures should be carried out to confirm the balance owing to Carnation Company? അതായത് നമ്മൾ എത്ര ബാലൻസ് ആണ് C കമ്പനിക്ക് കൊടുക്കാനുള്ളതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഇഷ്യൂ എന്തായിരുന്നു? നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്തു, പക്ഷെ അവർ ആ എമൗണ്ട് ഇതുവരെ നമുക്ക് കുറച്ചിട്ടില്ല. അതാണ് നമ്മുടെ ഇഷ്യൂ.
അപ്പം റിവ്യൂ പോസ്റ്റ് ഇയർ ആൻഡ് ക്രെഡിറ്റ് നോട്ട് ഫോർ ദ എവിഡൻസ് ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് റിട്ടേൺ. കറക്റ്റ് ആണോ തെറ്റാണോ? കറക്റ്റ് ആണ്. കാരണം എന്താ? കാരണം നമ്മളോട് ഇവിടെ പറഞ്ഞിരുന്നു അവര് ഇയർ എൻഡ് ആയിട്ടും ആ ഗുഡ്സ് റിട്ടേൺ ചെയ്തേക്കുന്ന അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ അവർ എപ്പോഴായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? ഇയറിന് ശേഷമാണ്. അപ്പൊ ഇയറിന് ശേഷം അത് അക്സെപ്റ്റ് ചെയ്തോന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പോസ്റ്റ് ഇയർ ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് നോക്കിയാൽ മതി. ക്ലിയർ ആയോ? ഇസ് ക്ലിയർ? ഇനി ഇൻസ്പെക്ട് ദ പ്രീ ഇയർ ആൻഡ് GRN ഇൻ റെസ്പെക്ട് ഓഫ് ദി ഐറ്റം സെൻഡ് ബാക്ക് ടു ദി സപ്ലയർ. നമ്മൾ ഇവിടുത്തെ പ്രീ ഇയർ എൻഡിലെ ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് നോക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ഈ ഗുഡ്സ് അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അതെ, കറക്റ്റ് ആണ്. കാരണം എന്താ? കാരണം ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്താൽ മാത്രമല്ലേ, ഇയർ എൻഡിന് മുന്നേ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ബാലൻസ് ശരിക്കും കുറയുള്ളൂ. അപ്പൊ ശരിക്കും നമ്മൾ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് നോക്കിയാൽ മതി. സോ ദാറ്റ്സ് റൈറ്റ് വൺ. അടുത്ത് ഇൻസ്പെക്ട് ദ പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക് ഫോർ ദ എവിഡൻസ് ദാറ്റ് ദ എമൗണ്ട് ഹാസ് ബീൻ സെറ്റിൽഡ്. ഈ എമൗണ്ട് സെറ്റിൽ ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക് നോക്കാൻ പറഞ്ഞു. കറക്റ്റ് ആണോ തെറ്റാണോ? കറക്റ്റ് ആണോ തെറ്റാണോ? ലോജിക്കലാണേ. റൈറ്റ് ഓർ റോങ്? എന്തുകൊണ്ടാ റൈറ്റ് ആന്ന് പറഞ്ഞത്? എന്തുകൊണ്ടും പറഞ്ഞു ആൻസർ തെറ്റിക്കൂടെ? നോ വറി. ക്യാഷ് ബുക്കിൽ റിഫ്ലക്ട് ചെയ്യുമല്ലോ, പൈസ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും. റിട്ടേൺ ഓഫ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഈ ആൻസർ തെറ്റാന്ന് പറഞ്ഞു? അറിയില്ല സർ. ആരായിരുന്നു പറഞ്ഞ? ക്യാഷ് കിട്ടിയതോ ഇല്ലെന്നുള്ളൊരു വിഷയമല്ലല്ലോ ഇവിടെ. ഇവിടെ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണോ? അല്ല. കാരണം എന്താ? നമ്മള് ഈ പൈസ ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ അവര് പൈസ തിരിച്ചു തരാൻ? ഇല്ല, ഇതൊരു ക്രെഡിറ്റ് പർച്ചേസ് ആയിരുന്നു. അതുകൊണ്ടല്ലേ മക്കളെ ഇവിടെ സപ്ലൈർ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കാനുണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ പേബിൾ ബാലൻസിന്റെ നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ പേബിൾ ബാലൻസ് ചെയ്യുന്ന സാധനം ഓൾറെഡി ഡിഡക്ട് ചെയ്ത് കളഞ്ഞാണ്. ഇത് ഇനി ആരുടെ ബുക്സിൽ അഡ്ജസ്റ്റഡ് ആവാനുള്ളത്? സപ്ലയറിന്റെ ബുക്കിലാണ്. അത് നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇവിടെയുള്ള ഒരേ ഒരു സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലയറിന്റെ ബുക്കിൽ റിസീവബിൾസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന എഴുതി കളയാനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ബുക്സിന്റെ അകത്ത് ചേഞ്ച് വരുത്താനല്ല. നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നോക്കി അവിടെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ? അവിടെ ക്യാഷ് ബേസ്ഡ് ആയിട്ട് ഒന്നും നടന്നിട്ടില്ല. ഇറ്റ്സ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. അപ്പൊ ക്യാഷ് ബുക്ക് നോക്കിയോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതല്ല ആൻസർ. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആയ എല്ലാവർക്കും? സെക്കൻഡ് പോയിന്റ് പറയാലോ. ഇൻസ്പെക്ട് പ്രീ ഇയർ ആൻഡ് ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഐറ്റം സെൻഡ് ബാക്ക് ടു ദി സപ്ലയർ. നമ്മള് കഴിഞ്ഞ വർഷത്തെ ഇയർ എൻഡിന് മുന്നത്തെ ഗുഡ്സ് റിട്ടേൺഡ് നോട്ട് നോക്കണം. ഏതൊക്കെ ഗുഡ്സ് ആണ് റിട്ടേൺ ചെയ്തതെന്ന് അറിയാൻ. നമ്മൾ ഈ സപ്ലയറിന് റിട്ടേൺ ചെയ്തു എന്ന് പറഞ്ഞ ഗുഡ്സ് ശരിക്കും റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ കറക്റ്റ് അല്ലേ 1 and 2? സോ 1 and 2 is the right answer. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. 3 എന്തുകൊണ്ടാ കറക്റ്റ് അല്ലാത്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അടുത്ത നോക്കിയേ. The audit manager has asked you to review the results of some statistical sampling testing, which resulted in 20% of the payables balance being tested. The testing result indicated that there is a 45,000 error in the sample, 20,000 which is due to invoice not being recorded in the correct period as a result of weak controls, and additionally there is one-off error of 25,000 which was made by a temporary clerk. നിങ്ങളോട് ഇവിടെ പറഞ്ഞേക്കുന്ന സിറ്റുവേഷൻ എന്താ? നിങ്ങൾ ടോട്ടൽ ബാലൻസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പേബിൾസ് ബാലൻസിന്റെ എത്ര പെർസെന്റേജ് ടെസ്റ്റ് ചെയ്ത്? 20% എടുത്ത് ടെസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മൊത്തം അവിടെ 45,000 എറർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എന്നിട്ട് നിങ്ങളോട് പറയാണ് ആ 45,000 എറർ എന്ന് പറഞ്ഞാൽ 20,000 എവിടെ നിന്ന് വന്നാ? ഒരു ഇൻവോയ്സ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് കാരണം കൊണ്ട് വന്നതാണ് 20,000 എറർ. ഒരു വൺ ഓഫ് എറർ ഉണ്ടായിട്ടുണ്ട്. എന്താ ഒരു വൺ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ? ഒരു റെയർ ആയിട്ട് ഇടയ്ക്ക് മാത്രം സംഭവിക്കുന്ന ഒരു എറർ ഉണ്ടായിട്ടുണ്ട്. 25,000 ആണ് എറർ വന്നേക്കുന്നത്. അതൊരു ടെമ്പററി ക്ലർക്ക് കാരണം കൊണ്ട് വന്ന എററാന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്താണ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, എറർ ഈസ് ഇംമെറ്റീരിയൽ, therefore no further work is required. എറർ ഇംമെറ്റീരിയൽ ആണ്, അതുകൊണ്ട് ഫർദർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണോ?
Correct ആണോ മക്കളെ? Is it a correct answer? No. നിങ്ങളോട് മെറ്റീരിയാലിറ്റി പറഞ്ഞിരുന്നു. അവർ എത്രയാണ് മെറ്റീരിയാലിറ്റി ലിമിറ്റ് പറഞ്ഞ്? 50,000 ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഇവര് പറഞ്ഞത് തന്നെ ഇമ്മെറ്റീരിയൽ ആണ്, ഫർദർ ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണോ? No. നെക്സ്റ്റ് വൺ, ഇഫക്ട് ഓഫ് കൺട്രോൾ എറർ ഷുഡ് ബി പ്രൊജക്റ്റഡ് അക്രോസ് ദ ഹോൾ പോപ്പുലേഷൻ. Yes. കൺട്രോൾ എറർ വന്നേക്കുന്ന ഹോൾ പോപ്പുലേഷൻ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണോ? Yes, sir. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. അടുത്ത് നോക്കിയോ, കോപ്പി കമ്പനി ഷുഡ് ബി ആസ്ക്ഡ് ടു അഡ്ജസ്റ്റ് ദ പേബിൾസ് ഫിഗർ ഇൻ 45,000. 45,000 പേബിൾസ് എറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞു. കറക്റ്റ് ആണോ? കറക്റ്റ് തന്നെയാണത്. ഡിഫറെന്റ് സാമ്പിൾസ് ഷുഡ് ബി സെലക്ടഡ് ആസ് എ റിസൾട്ട്. ദേ ആർ നോട്ട് റിഫ്ലക്റ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ. നിങ്ങളോട് പറയുന്ന ഒരു 1 ഓഫ് എറർ വന്നേക്കുന്നതുകൊണ്ട് വേറെ സാമ്പിൾ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതും കറക്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഇതിന്റെ അകത്ത് ഏതാണ് കറക്റ്റ് എന്നാണോ? അല്ല, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ഇവിടെ നമ്മൾ ടോട്ടൽ ട്രാൻസാക്ഷൻ ടെസ്റ്റ് ചെയ്തോ? ഇല്ല. നമ്മൾ എപ്പോഴും സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ സാമ്പിൾസ് എടുത്ത് നമ്മൾ എക്സ്ട്രാപോളേറ്റ് ചെയ്തല്ലേ നോക്കാറ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവര് മൊത്തം ട്രാൻസാക്ഷനിൽ നല്ല ഒരു സാമ്പിൾ എടുത്ത് അവരെന്താ ചെയ്ത് 20% ഓഫ് ദി പേബിൾസ് ബാലൻസ് ആണ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കുന്നത്. അതിൽ നിന്നാണ് 45,000 എറർ കണ്ടുപിടിച്ചേക്കുന്നത്. അങ്ങനെയാണ് അവർ എന്ത് നോക്കണം? 20%ന്റെ അകത്ത് 45,000 ഉണ്ടെങ്കിൽ 100%ന്റെ അകത്ത് എത്ര വരും എന്ന് നോക്കണം. ശരിയല്ലേ? അതായത് 45,000 ഡിവൈഡഡ് ബൈ 20 into 100 ചെയ്യണം. അതാണ് ടോട്ടൽ എറർ എന്ന് പറയുന്നത്. ആ എമൗണ്ടിന്റെ മെറ്റീരിയാലിറ്റി ആണ് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആയോ? പ്രോപ്പർലി ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മുടെ കൺട്രോൾ എറർ നമ്മൾ എന്ത് ചെയ്യണം? ഹോൾ പോപ്പുലേഷനിൽ പ്രൊജക്ട് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ എന്ന് പറയാം. ഈസ് ഇറ്റ് ക്ലിയർ മക്കളെ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ഇനി നോക്കി, ഫൈനലി നമ്മളോട് ചോദിക്കുകയാണ്, ടു ഹെൽപ് ദ ഇംപ്രൂവ് ഓഡിറ്റ് എഫിഷ്യൻസി V&Co is considering introducing the use of automated tools and techniques for some audit. You will be asked to consider how the audit software and test data could be used during the audit of copy company. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇവര് ഓഡിറ്റ് സോഫ്റ്റ്വെയറും ടെസ്റ്റ് ഡേറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അകത്തുള്ള ഏതൊക്കെയാണ് ഓഡിറ്റ് സോഫ്റ്റ്വെയർ, ഏതൊക്കെയാണ് ടെസ്റ്റ് ഡേറ്റ എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് ബീങ് ആസ്ക്ഡ് ഹിയർ. അപ്പൊ നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, എന്താ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല്? എന്തായിരുന്നു ഓഡിറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല്? നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താന്ന് വിളിക്കാം? ഓഡിറ്റ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ടെസ്റ്റ് ഡേറ്റ ഒരു ഡമ്മി ഡേറ്റയാണ്, ഒരു സാമ്പിൾ ഡേറ്റയാണ്. ആ സാമ്പിൾ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും? ക്ലയന്റിന്റെ സിസ്റ്റത്തിൽ ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് ആ ഡേറ്റയുടെ പ്രീ ഡിറ്റർമൈൻഡ് ഔട്ട്പുട്ട് ആയിട്ട്, ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഔട്ട്പുട്ടുമായിട്ട് ക്ലയന്റിന്റെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ടെസ്റ്റ് ഡേറ്റ എന്ന് വിളിക്കുക. അപ്പൊ ഒന്ന് പറഞ്ഞേ, സെലക്ടിങ് എ സാമ്പിൾ ഓഫ് സപ്ലയർ ബാലൻസ് ഫോർ ടെസ്റ്റിംഗ് യൂസിങ് മോണിറ്ററി യൂണിറ്റ് സാമ്പിളിംഗ്. മോണിറ്ററി യൂണിറ്റ് സാമ്പിളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാമ്പിൾ ഓഫ് സപ്ലയർ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിനൊരു വഴി പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഓഡിറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഓഡിറ്റ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാൻ. ശരിയല്ലേ? പഠിച്ചല്ലേ നമ്മള്? അതേപോലെ തന്നെ ടെസ്റ്റ് ഡേറ്റ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടെസ്റ്റ് ഓഫ് കൺട്രോൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് പെർഫോം ചെയ്യാൻ. നമ്മൾ രണ്ടും ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചതായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, എവിടെയൊക്കെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ടോ അതെല്ലാം എന്തായിരിക്കും? ഓഡിറ്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും. എവിടെയൊക്കെ ടെസ്റ്റ് ഓഫ് കൺട്രോളിനെ കുറിച്ച് പറയുന്നുണ്ടോ അതെല്ലാം എന്തായിരിക്കും? ടെസ്റ്റ് ഡേറ്റ ആയിരിക്കും. സോ സെലക്ടിങ് എ സാമ്പിൾ ഓഫ് സപ്ലയർ ബാലൻസ് ഫോർ ടെസ്റ്റിംഗ് യൂണിറ്റിംഗ് മോണിറ്ററി യൂണിറ്റ് സാമ്പിളിംഗ്. ടെസ്റ്റ് ഡേറ്റ ആണോ ഓഡിറ്റ് സോഫ്റ്റ്വെയർ ആണോ? ഓഡിറ്റ് സോഫ്റ്റ്വെയർ. Recalculating the aging of trade payables to identify balance which may be in dispute. Test data ആണോ audit software ആണോ? Audit software again. Calculation of trade payables payment period to use in analytical procedures. ഏതാ? Audit software again. Inputting dummy purchase invoices into the client system to see if processed correctly. Test data. Dummy purchase invoices കൊണ്ട് ഇൻപുട്ട് ചെയ്യുന്ന എന്താണ്? It's test data. That's it. Clear ആണോ എല്ലാവർക്കും properly? Is it clear? Yes, sir. Okay, fine. So let's move on to the next one. It's question number 116. Okay, so we'll start with the next question.
അപ്പൊ എല്ലാവരും കാര്യം ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 116 to 120. 116 തൊട്ട് 120 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തേ. ആൻഡ് പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. നോക്കി എല്ലാവരും. It is 1st July 2015. You are an audit senior in Staple and Company, and you are preparing the audit procedures in respect of the audit of inventory for the Gloss Company for the year ending 31st August 2015. Gloss is a paint manufacturer and has been trading for over 50 years. It operates from one central site, which includes production facility, warehouses, and administration offices. To avoid disruption of the year-end inventory count, Gloss Company has this year introduced a continuous or perpetual inventory count system. Timetable of the inventory count is maintained and regularly reviewed. നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? നിങ്ങളോട് പറഞ്ഞു ഓഡിറ്റ് സീനിയർ സ്റ്റാപ്പിൾ ആൻഡ് കോവിഡ്, നിങ്ങളാണ് ഓഡിറ്റ് സീനിയർ സ്റ്റാപ്പിൾ ആൻഡ് കോവിഡ്, ആൻഡ് നിങ്ങൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ചെയ്യാൻ പോവാണ്. ഗ്ലോസ് കമ്പനി എന്ന് പറയുന്ന കമ്പനിനെയാണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു പെയിന്റ് മാനുഫാക്ചറർ ആണ്. അവർ 50 ഇയേഴ്സിന് മേലെ ട്രേഡ് ചെയ്യുന്നതാണ്. ആൻഡ് അവർക്കൊരു സെൻട്രൽ വെയർ ഹൗസ് ഉണ്ട്. അവിടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയും വെയർ ഹൗസും അഡ്മിനിസ്ട്രേഷൻ ഓഫീസസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് നിങ്ങളോട് പറയണം അവിടെ പലതരത്തിലുള്ള ഡിസ്ട്രപ്ഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അവരൊരു കണ്ടിന്യൂസ് അല്ലെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് അവർ റെഗുലർ ആയിട്ട് ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, റെഗുലർലി അത് റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്നിട്ട് നിങ്ങളോട് പറഞ്ഞേക്കാണ് അവരവിടെ ഫോളോ ചെയ്യുന്ന ഇൻവെന്ററി കൗണ്ട് പ്രോസസ്സസ് എന്തൊക്കെയാണ്. ഫസ്റ്റ്, ടീം ഇൻവെന്ററി ഇൻവെന്ററി ക്വാണ്ടിറ്റിയും ഡിസ്ക്രിപ്ഷൻസും എല്ലാം സിസ്റ്റത്തിൽ നിന്ന് എടുക്കും. എന്നിട്ട് അവരത് ആ റെക്കോർഡ്സ് ഇൻവെന്ററിയുടെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആയിട്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്നു പറഞ്ഞു. ഫിസിക്കലി ഇൻവെന്ററി എന്തൊക്കെ ഇരിപ്പുണ്ടോ അതും ഇവർ ആ ഒരു പ്രിന്റ് ഔട്ട് എടുത്തേക്കുന്നത് തമ്മിൽ. അടുത്ത് പറയാണ് എനി ഡിസ്ക്രിപ്പൻസീസ് ഇൻ റിലേഷൻ ടു ദ ക്വാണ്ടിറ്റി ആർ നോട്ടഡ് ഓൺ ദി ഇൻവെന്ററി ഷീറ്റ് ഇൻക്ലൂഡിംഗ് എനി ഐറ്റം നോട്ട് ലിസ്റ്റഡ് ഓൺ ദി ഷീറ്റ് ബട്ട് പ്രസന്റ് ഇൻ ദ വെയർ ഹൗസ്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്സിൽ നമ്മൾ ആ ഇൻവെന്ററി ഷീറ്റിൽ എഴുതി വെക്കും എന്താണ് ഡിഫറൻസ് വന്നേക്കുന്നത് എന്നുള്ളത്. ഡാമേജ്ഡ് അല്ലെങ്കിൽ ഓൾഡ് ഐറ്റംസ് നോട്ട് ചെയ്തേക്കുന്നത് അവരുടെ ഇൻവെന്ററി ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡ്യൂറിങ് ദ കൗണ്ട് അവർ ഇൻവെന്ററിയുടെ മൂവ്മെന്റ് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റ് ഓഫ് ഇൻവെന്ററി ഇൻ ആൻഡ് ഔട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും. തേർഡ് പാർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻവെന്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെന്ററി അവർ സെപ്പറേറ്റ് ലൊക്കേഷനിലേക്ക് മാറ്റി വെക്കും, ഇൻവെന്ററി ഓവർ സ്റ്റേറ്റഡ് ആവാതിരിക്കാൻ. ഇത്രയാണ് അവർ ചെയ്യുന്നതെന്നാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഇനി ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, which of the following statements are true in respect of inventory count? ഇൻവെന്ററി കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റ് എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി, എക്സ്റ്റേണൽ ഓഡിറ്റർ വിൽ പെർഫോം ഇൻവെന്ററി കൗണ്ട് ടു എൻഷുർ ഇൻവെന്ററി ഫിഗർ ഈസ് ആക്യുറേറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഇൻവെന്ററിയുടെ ഫിഗർ കറക്റ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ എക്സ്റ്റേണൽ ഓഡിറ്റർ ഇൻവെന്ററി കൗണ്ട് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് ഇൻവെന്ററി കൗണ്ട് ചെയ്യുക. മക്കളെ, എക്സ്റ്റേണൽ ഓഡിറ്റർ ഇൻവെന്ററി കൗണ്ട് പെർഫോം ചെയ്യുമോ? ഇല്ല. അവരെന്താ ചെയ്യുന്നത്? They will only observe the count. അങ്ങനെയല്ല നമ്മൾ പഠിച്ചേക്കുന്നത്. ഇൻവെന്ററി കൗണ്ട് ഒബ്സർവ് മാത്രമേ എക്സ്റ്റേണൽ ഓഡിറ്റർ ചെയ്യത്തുള്ളൂ. കൗണ്ട് പെർഫോം ചെയ്യുന്ന ആരാ? ക്ലയന്റിന്റെ സ്റ്റാഫ് തന്നെയാണ്. നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതല്ല. നെക്സ്റ്റ്, ഇൻവെന്ററി കൗണ്ട് ഈസ് യൂസ്ഡ് ടു എൻഷുർ ദി ഇൻവെന്ററി ഈസ് വാല്യൂഡ് അപ്രോപ്രിയേറ്റ്ലി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇൻവെന്ററി അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് വാല്യൂ ചെയ്തേക്കുന്നത് അറിയാൻ ഇൻവെന്ററി കൗണ്ട് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. വാല്യുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെന്ററി കൗണ്ട് ചെയ്യുന്നത് ആണോ? അല്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എക്സിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂടുതലും ചെയ്യാ. വാല്യുവേഷന് വേണ്ടിയിട്ടും ചെയ്യും, പക്ഷെ പ്രൈമറി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇൻവെന്ററി എക്സിസ്റ്റിംഗ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതല്ല. ഓൾ കമ്പനീസ് മസ്റ്റ് സീസ് പ്രൊഡക്ഷൻ ഓൺ ദ ഡേയ്സ് ഓൺ ഇൻവെന്ററി കൗണ്ട് ഈസ് പെർഫോംഡ്. ഇൻവെന്ററി കൗണ്ട് നടക്കുന്ന അന്ന് ടോട്ടൽ പ്രൊഡക്ഷൻ നിർത്തി വെക്കണം എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചേക്കുന്നത് എന്താ? മൂവ്മെന്റ് ഓഫ് ഇൻവെന്ററി അപ്രോപ്രിയേറ്റ്ലി മോണിറ്റർ ചെയ്യണം എന്ന് മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ. പഠിച്ചല്ലേ ബിഫോർ ദ കൗണ്ടും ഡ്യൂറിംഗ് ദ കൗണ്ടും ആഫ്റ്റർ ദ കൗണ്ടും ഒക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഡ്യൂറിംഗ് ദ കൗണ്ട് ഇൻവെന്ററി മൂവ്മെന്റ് ഇൻ ആൻഡ് ഔട്ട് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് വൺ എന്താ? എക്സ്റ്റേണൽ ഓഡിറ്റർ മസ്റ്റ് അറ്റൻഡ് ഇൻവെന്ററി കൗണ്ട് ഇഫ് ദി ഇൻവെന്ററി ഈസ് മെറ്റീരിയൽ ബാലൻസ്. നമ്മൾ ഇൻവെന്ററി മെറ്റീരിയൽ ബാലൻസ് ആണ് കൗണ്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. എവിടേക്കാണോ മെറ്റീരിയൽ ഇൻവെന്ററീസ് ഉള്ളത് അവിടെ കൗണ്ട് അറ്റൻഡ് ചെയ്യണം. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഡിസ്ക്രിപ്പൻസീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഏതാ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഫോർത്ത് വൺ. ഇറ്റ്സ് എ ഫോർത്ത് വൺ. സെക്കൻഡ് വൺ റിഗാർഡിംഗ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോ സാറേ. നമ്മൾ ശരിക്കും ആ ഇൻവെന്ററിന്റെ വാല്യൂ ചെയ്താലല്ലേ അതിന്റെ എക്സിസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാല്യുവേഷനും എക്സിസ്റ്റൻസും രണ്ടാണ്. വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററി ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് മെഷർ ചെയ്തേക്കുന്നത്. ലോവർ ഓഫ് കോസ്റ്റ് ആണോ NRV ആണോ, ഇൻവെന്ററിയുടെ വാല്യൂ എടുത്തേക്കുന്ന ആക്യുറേറ്റ് ആണോ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ വാല്യുവേഷൻ്റെ അകത്ത് നോക്കുന്നുണ്ടാവുക. മനസ്സിലായോ?
ഓക്കെ ഓക്കെ ഓക്കെ, ഫിസിക്കലി ഒരു ഇൻവെന്ററി അവിടെ ബുക്സിൽ എഴുതിയേക്കുന്ന ഇൻവെന്ററി എന്താണോ അത് അവിടെ ശരിക്കും ഇരിപ്പുണ്ടോ എന്ന് അറിയാനാണ് നമ്മൾ എക്സിസ്റ്റൻസ് ചെക്ക് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇൻവെന്ററി കൗണ്ടിൽ നോക്കുക കൂടുതലും. അപ്പൊ നമ്മള് കൗണ്ട് നമ്മള് വാല്യുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലേ? ഇൻവെന്ററി കൗണ്ട് ടു എൻഷുർ വാല്യുവേഷൻ നമ്മള് പറ്റൂലേ? എക്സിസ്റ്റൻസ് ഓഫ് ഇൻവെന്ററി അല്ല, കണ്ടീഷൻ ഓഫ് ഇൻവെന്ററി നോക്കും. കണ്ടീഷൻ ഓഫ് ഇൻവെന്ററി വാല്യുവേഷന് വേണ്ടിയിട്ട് നോക്കും. കണ്ടീഷൻ ഓഫ് ഇൻവെന്ററി എന്തിനാ വാല്യുവേഷന് വേണ്ടി നോക്കുന്നത് വെച്ചാൽ ഇൻവെന്ററി ഏതെങ്കിലും ഒബ്സലേറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്ലോ മൂവിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ NRVയിലേക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? പക്ഷെ അവിടെ ഏറ്റവും പ്രൈമറി വൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇറ്റ് ഈസ് ടു ചെക്ക് ദ എക്സിസ്റ്റൻസ്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത നോക്കി. Which is the primary reason for maintaining an inventory count timetable? Inventory count timetable നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പ്രൈമറി റീസൺ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കി. To ensure obsolete inventory is identified on timely basis. Obsolete ആയിട്ടുള്ള ഇൻവെന്ററി കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെന്ററി കൗണ്ട് നോക്കാൻ പറ്റുമോ? അതായത് ഇൻവെന്ററി കൗണ്ടിന്റെ ടൈം ടേബിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവോ നമുക്ക് ഒബ്സലേറ്റ് ഇൻവെന്ററി ഉണ്ടോന്ന്? ഇല്ല. Then to ensure warehouse staff are not stealing inventory. വെയർഹൗസിലെ സ്റ്റാഫ് ആരും ഇൻവെന്ററി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് എൻഷുർ ചെയ്യാനാണോ കൗണ്ട് നടത്തുന്നതിന്റെ ടൈം ടേബിൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, നമ്മൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കൗണ്ട് ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിനാണോ? അല്ല. ടു എൻഷുർ ഓൾ ഏരിയാസ് ആർ കൗണ്ടഡ് ഡ്യൂറിംഗ് ദി ഇയർ. നമ്മുടെ ഇയറിൽ എല്ലാ ഇൻവെന്ററിയുടെ ഏരിയാസും കൗണ്ട് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാനാന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണോ? ലാസ്റ്റ് വൺ നോക്കി. To ensure damaged inventory is identified. നമുക്ക് ഡാമേജ്ഡ് ഇൻവെന്ററി കൗണ്ട് ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഡാമേജ്ഡ് ഇൻവെന്ററി കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ആണ് നടത്തേണ്ടത്. സോ ദാറ്റ്സ് എ റോങ് ആൻസർ. ഓക്കെ, സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ്സ് ഓപ്ഷൻ സി. അടുത്ത നമ്മളോട് ചോദിച്ചത് എന്താ? സെലക്ട് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ് ഇൻ റെസ്പെക്ട് ഓഫ് ഗ്ലോസ് കോസ്റ്റ് പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഇവരുടെ പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് ട്രൂ ആൻഡ് ഫോൾസ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. First one, Staple and Co. must attend at least one count to ensure adequate controls are applied. Adequate ആയിട്ടുള്ള കൺട്രോൾസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു കൗണ്ട് എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആണോ തെറ്റാണോ? ട്രൂ. ഇറ്റ്സ് ട്രൂ. നമ്മൾ പഠിച്ചുള്ളതാണ് പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ഇൻവെന്ററി കൗണ്ടിന്റെ സബ്സ്റ്റാൻറ്റീവിന്റെ അകത്ത് തന്നെ നമ്മൾ പഠിച്ചുള്ള ഫസ്റ്റ് പോയിന്റ് അല്ലേ അത്? അറ്റൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇൻവെന്ററി കൗണ്ട് എന്ന് പറഞ്ഞല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ട്രൂ. അടുത്ത്, cut off testing will only need to be performed if a full count is carried out the year end. നമ്മളോട് പറയാണ് ഫുൾ ഇയർ ഇൻവെന്ററി കൗണ്ട് ചെയ്താൽ മാത്രം കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്തിയാൽ മതി എന്ന്. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ വി ആർ പെർഫോമിംഗ് എ കണ്ടിന്യൂസ് ഓ ആനുവൽ ഇൻവെന്ററി കൗണ്ട് ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ഓഫ് ടെസ്റ്റിംഗ് നടത്തണം. അടുത്തെന്താ? ഓൾ ലൈൻ ഓഫ് ഇൻവെന്ററി മസ്റ്റ് ബി കൗണ്ടഡ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ഡ്യൂറിംഗ് ദി ഇയർ. എല്ലാ ഇൻവെന്ററീസും അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് വൺസ് എവറി ഇയർ എന്നാണ് നമ്മൾ പഠിച്ചുള്ളത്. Staple companies should visit the client's premises at least once a year and request a surprise inventory count. ഓഡിറ്ററായി നമ്മൾ പോയിട്ട് സർപ്രൈസ് ഇൻവെന്ററി കൗണ്ട് നടത്തണം. നമ്മൾ എവിടെയും പഠിച്ചിട്ടുള്ളതാണോ? ഇല്ല. നമ്മളെപ്പോഴും എന്തിന്റെ വാല്യൂ കറക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത്? ഇയർ എൻഡ് ഇൻവെന്ററി വാല്യൂ കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉള്ള ഇൻവെന്ററി വാല്യൂ കറക്റ്റ് ആയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇയർ എൻഡിന്റെ അന്ന് എത്രയാണോ ഇൻവെന്ററി വാല്യൂ അത് കറക്റ്റ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ ദാറ്റ്സ് ഫോൾസ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? നിങ്ങളോട് ചോദിച്ചു ഇവർ ഇൻവെന്ററി കൗണ്ട് പ്രോസസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ഏതൊക്കെയാണ് സ്ട്രെങ്ത് ഏതൊക്കെയാണ് ഡെഫിഷ്യൻസീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ. ടീം പ്രിന്റ് ദ ഇൻവെന്ററി കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ഇൻവെന്ററി ക്വാണ്ടിറ്റി ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഫ്രം ദ സിസ്റ്റം ആൻഡ് ദീസ് റെക്കോർഡ്സ് ആർ ദെൻ കമ്പയർഡ് ടു ഇൻവെന്ററി ഫിസിക്കലി പ്രസന്റ്. സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? ഫസ്റ്റ് വൺ സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? എന്താ? സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? ഇറ്റ്സ് എ ഡെഫിഷ്യൻസി. കാരണം എന്താ? ക്വാണ്ടിറ്റി ഇൻവെന്ററി ക്വാണ്ടിറ്റിയും ഡിസ്ക്രിപ്ഷനും ഇവര് പിക്ക് ചെയ്താണ് ഇവർ എന്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്? ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. ശരിയല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ സിസ്റ്റം പ്രകാരം എത്രയാണോ കറക്റ്റ് എമൗണ്ട് അത് വേണം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. Any discrepancies in relation to the quantity are noted on the inventory sheet, including items not listed on sheet but present in the warehouse. നമ്മളോട് പറഞ്ഞു നമ്മുടെ ബുക്സിൽ ഇല്ലാത്തത് ഏതെങ്കിലും ഫിസിക്കലി ഇരിപ്പുണ്ടെങ്കിൽ അത് അവർ റെക്കോർഡ് ചെയ്യും. ഫിസിക്കലി ഇരിപ്പുള്ളത് ഏതെങ്കിലും ബുക്സിൽ ഇല്ലെങ്കിൽ അതും അവർ റെക്കോർഡ് ചെയ്യും എന്ന് പറഞ്ഞു. സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? സ്ട്രെങ്ത് ആണ്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായിട്ടില്ലേ സർ? അതൊന്നും കൂടി പറഞ്ഞുതരാം. നെക്സ്റ്റ് വൺ നോക്കിയേ. Any damaged or old item are noted
and they are removed from the inventory sheet. ഡാമേജ്ഡ് അല്ലെങ്കിൽ ഓൾഡ് ഐറ്റം അവർ നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് അവർ നേരെ ഇൻവെന്ററി ഷീറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്യുന്നു. സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? ഡെഫിഷ്യൻസി. അത് നമ്മൾ ലോവർ ഓഫ് കോസ്റ്റ് എന്നുള്ളതല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് അത് ഡാമേജ്ഡ് ആയത് അല്ലെങ്കിൽ മിസ്സിംഗ് എന്നുള്ളത് നോക്കണ്ടേ? അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ. During the count, they will continue to be a inventory movement with the goods arriving and leaving the warehouse. നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻവെന്ററി ഇൻ ആൻഡ് ഔട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. സ്ട്രെങ്ത് ആണോ ഡെഫിഷ്യൻസി ആണോ? Inventory belonging to the third party is removed from the warehouse before the count commences and kept in separate location. Strength ആണോ ഡെഫിഷ്യൻസി ആണോ? Strength ആണ്. Okay. Yeah. ഈ first one നോക്കിയേ. Team print the inventory quantity and description from the system, and these record are compared to inventory physically present. നമ്മളോട് പറഞ്ഞു ഇവരുടെ ടീം എന്ത് ചെയ്യും, കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ശരിക്കുള്ള ഇൻവെന്ററി സിസ്റ്റത്തിലെ പ്രിന്റ് ഔട്ട് എടുക്കും, എന്നിട്ട് അതാണ് ഇവരെന്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. ഇവർ ഇൻവെന്ററിയുടെ ക്വാണ്ടിറ്റിയും ഡിസ്ക്രിപ്ഷനും ആണ് ഫിസിക്കലി ഇരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൗണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് എത്രയാണോ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻ ദ സിസ്റ്റം, ആ ടോട്ടൽ സിസ്റ്റം എടുത്തിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം പ്രകാരം എത്രയാണോ ഫിസിക്കലി ഇരിപ്പുണ്ടെന്ന് മാത്രം നോക്കിയാൽ പോരാ, ഫിസിക്കലി ഇരിക്കുന്നത് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, നമ്മുടെ ബുക്സുമായിട്ടും ക്രോസ് ചെക്ക് ചെയ്യണം. അതായത് ഫ്ലോർ ടു ഷീറ്റും ഷീറ്റ് ടു ഫ്ലോറും ചെക്ക് ചെയ്യണം. ഇവരിവിടെ എന്ത് മാത്രമാണ് ചെയ്യുന്നത്, ഇവര് ഷീറ്റ് ടു ഫ്ലോർ മാത്രമാണ് ചെയ്യുന്നത്, ഫ്ലോർ ടു ഷീറ്റ് ചെക്ക് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ഇനി നോക്കിക്കേ, the final one from this area. During the inventory count, perform test counts agreeing the inventory quantity on the count sheet to the physical inventory present in the warehouse and from the physical inventory to the count sheet. Which assertion do this procedure address? ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ. അതായത് ഇവർ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഇവിടെ രണ്ട് ടെസ്റ്റിംഗ് ആണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്ന്, ഇൻവെന്ററി ക്വാണ്ടിറ്റി കൗണ്ട് റെക്കോർഡ്സിൽ ഇരിക്കുന്നവർ എന്തുമായിട്ട് മാച്ച് ചെയ്യും, ഫിസിക്കലി ഇരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. രണ്ടാമത് ഫിസിക്കലി ഇരിക്കുന്നവർ എന്തുമായിട്ട് മാച്ച് ചെയ്യും, കൗണ്ട് ഷീറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. പറഞ്ഞു മക്കളെ, ഇൻവെന്ററി ക്വാണ്ടിറ്റി ഷീറ്റിലുള്ളത് ഫിസിക്കലി ഇരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഏത് അസേഷന് വേണ്ടിയിട്ടാ? എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ശരിയല്ലേ? ബുക്സിൽ എഴുതിയേക്കുന്നത് ഫിസിക്കലി ഇരിപ്പുണ്ടോ എന്ന് നോക്കുന്ന എക്സിസ്റ്റൻസ് ആണ്. ഇനി ഫിസിക്കലി ഇൻവെന്ററി ഉള്ളത് കൗണ്ട് ഷീറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? കംപ്ലീറ്റ്നെസിന് വേണ്ടിയിട്ട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പം കോസ്റ്റ് ഷീറ്റ് ടു ഇൻവെന്ററി നോക്കുന്ന എക്സിസ്റ്റൻസ് ആയിരിക്കും, ഇൻവെന്ററി ടു കൗണ്ട് ഷീറ്റ് നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? കംപ്ലീറ്റ്നെസിന് വേണ്ടിയിട്ടായിരിക്കും. വിച്ച് മീൻസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആയ എല്ലാവർക്കും? യെസ് സർ. Perfect. And the next one is question number 136. Yeah, it's question number 136. So please start with this question. Question number 136. Okay. It is 1st July 2015. You are the audit senior in Coke & Co. and you are currently performing the final audit of Bamboo Company for the year ended 31st May 2015. The company is a manufacturer of environmental friendly packing. You have performed the audit of share capital and reserves. No misstatements have been identified during the audit testing. നിങ്ങളോട് പറഞ്ഞു നിങ്ങളാണ് ഈ ഒരു environmental friendly packing മാനുഫാക്ചററെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഷെയർ ക്യാപിറ്റലും റിസർവിന്റെ ആണ് നിങ്ങൾ ചെയ്തേക്കുന്ന, മിസ്റ്റേറ്റ്മെന്റ് ഒന്നും നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. ഓർഡിനറി ഷെയർ ക്യാപിറ്റലിന്റെ അകത്ത് എന്തൊക്കെയോ ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്, റീറ്റെയിൻ ഏർണിംഗ്സിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, റിസർവ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങളോട് എന്നിട്ട് താഴേക്ക് കുറച്ച് നോട്ട്സ് പറഞ്ഞേക്കാണ്. ഫസ്റ്റ് one of the 142 bonus issue took place on 1st October 2014. ഒക്ടോബർ 2014 അവർ എന്ത് ചെയ്തു, ബോണസ് ഇഷ്യൂ നടത്തിയെന്ന് പറഞ്ഞു. 143 റൈറ്റ്സ് ഇഷ്യൂ took place in 1st Jan 2015. റൈറ്റ്സ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പ്രോഫിറ്റ് ഫോർ ദി ഇയർ അവരുടെ 40 million ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻഡ് അവര് ഡിവിഡൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇയർ ended 31st May was approved in November 4 and was paid in December 2014. നവംബറിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് അപ്രൂവ് ചെയ്തു, ഡിസംബറിലാണ് ഇത് പേ ചെയ്തേക്കുന്നത് പറഞ്ഞു ഡിവിഡൻഡ്. Then dividend of 10 million has been proposed in respect of the year ended 31st May 2015 and this will put to shareholders for approval at the AGM which is to be held in November. നിങ്ങളോട് പറഞ്ഞു 10 million ഡിവിഡൻഡ് അവർ പുതുതായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അത് പിന്നീടാണ് അവർ പേ ചെയ്യുന്നത്,
അത് ഇതുവരെ അപ്രൂവ് ആയിട്ടില്ല, AGM-നാണ് അപ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ബാംബു കമ്പനി അവരുടെ റീവാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പോളിസി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രോപ്പർട്ടീസും അവർ റീവാല്യൂ ചെയ്തു. ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ട് അവിടെ ഒരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 12 million ആണ് റീവാലുവേഷൻ സർപ്ലസ് വന്നിരുന്നത്. എക്സസ് ഡെപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. എക്സസ് ഡെപ്രീസിയേഷൻ അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു, 2 million വന്നേക്കുന്നത് റീറ്റേൺ ഏർണിംഗ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നിങ്ങളോട് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി ഫസ്റ്റ് വൺ, which of the following provides most reliable evidence in respect of bonus issue of ordinary share capital? ഓർഡിനറി ഷെയർ ക്യാപിറ്റലിന്റെ ബോണസ് ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള എവിഡൻസ് എന്താണെന്നാണ് നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താ? ബോണസ് ഇഷ്യൂ ആണ് അവിടെ. അതെ, അവിടെ ക്യാഷ് എന്തെങ്കിലും വരുന്നുണ്ടോ? അപ്പം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ഷെയർ രജിസ്റ്റർ നോക്കാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണോ? നോക്കാം. പക്ഷെ മോസ്റ്റ് റിലയബിൾ ആണോ അത്? നമുക്ക് നോക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് മോസ്റ്റ് റിലയബിൾ എവിഡൻസ് ആണോ? ഇല്ല. നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റുന്നതിന് ഒരു എളുപ്പമാർഗം ഉണ്ട്. ഇന്റേണൽ എവിഡൻസ് ആണോ എക്സ്റ്റേണൽ എവിഡൻസ് ആണോ? എവിഡൻസ് പ്രൊവൈഡഡ് ബൈ ദ ഓഡിറ്റർ ആണോ പ്രൊവൈഡഡ് ബൈ ദ ക്ലയന്റ് ആണോ ഒബ്ടൈൻഡ് ബൈ ദ ഓഡിറ്റർ ആണോ? ആലോചിച്ച് നോക്ക്. ഷെയർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ? ഇന്റേണൽ ആണ് അല്ലെ, കമ്പനി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് എവിഡൻസ് ആണ്, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് റിലയബിൾ. കമ്പനി ഹൗസ് ഇൻഫർമേഷൻ, നമുക്ക് കമ്പനി ഹൗസിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്യാന്ന് പറഞ്ഞു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അടുത്ത് നിന്ന്. റിലയബിൾ ആണോ? നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ഫിനാൻസ് ഡയറക്ടർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ്. ഫിനാൻസ് ഡയറക്ടർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നതിന് നോട്ട്സ് നോക്കാന്ന് പറഞ്ഞു. ഹൈലി റിലയബിൾ ആണോ? നോ, ഇറ്റ്സ് ഇന്റേണൽ, റിലയബിൾ അല്ല. അപ്പൊ നമ്മുടെ ഹൈയസ്റ്റ് റിലയബിൾ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കമ്പനി ഹൗസിൽ നിന്ന് ഒബ്ടൈൻ ചെയ്ത ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും. പെർഫെക്റ്റ്. നെക്സ്റ്റ് വൺ, ഹൗ മച്ച് വാസ് ദ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ഡിസംബർ 2014? ഡിസംബർ 2014 എത്ര ഡിവിഡൻഡ് ആണ് പേ ചെയ്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. എത്രയാ? അത് അറിയില്ല സാർ, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഫൈൻ. ഇങ്ങനെ കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ്. ബട്ട് ഇവിടെ ഇപ്പം കാൽക്കുലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ AA നോളജ് ആണോ അതോ നമ്മുടെ FRന്റെ നോളജ് ആണോ? FR ആണ് ഇത്, പ്യുവർ FR. FRനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾ FRൽ പഠിച്ചിട്ടുള്ളതാണിത്. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിങ്ങളോട് കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളോട് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് ഈ റീറ്റേൺ ഏർണിംഗ്സിന്റെ കറന്റ് ഇയറിലെയും പ്രയർ ഇയറിലെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണോ വരുന്നത് അതാണ് ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അല്ലെ, കറന്റ് ഇയറിലെ റീറ്റേൺ ഏർണിംഗ്സ് എത്രയാണോ പ്രയർ ഇയറിലെ റീറ്റേൺ ഏർണിംഗ്സ് എത്രയാണോ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ബേസിക്കലി എന്ന് പറഞ്ഞേക്കുന്നത് കറന്റ് ഇയറിൽ ഏൺ ചെയ്തേക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുക. ആ പ്രോഫിറ്റിന്റെ എമൗണ്ട്, അതായത് റിട്ടേൺ ഏർണിംഗ്സിലേക്ക് വന്നേക്കുന്ന അഡീഷൻ ടോട്ടൽ പ്രോഫിറ്റ് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നിങ്ങളുടെ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം നിങ്ങളോട് ഇവിടെ കുറെ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പൊ നമുക്ക് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ നോക്കി, പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാ? പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാ? പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് റിട്ടേൺ ഏർണിംഗ്സ് എത്രയാ? പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് അല്ല, റിട്ടേൺ ഏർണിംഗ്സ് എത്രയാ? ഇവിടെ നോക്ക്, എത്രയാ? 110 ആണ് അല്ലേ? 110 ആണ് പ്രീവിയസ് ഇയറിലെ റിട്ടേൺ ഏർണിംഗ്സ്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി. ജസ്റ്റ് എ മൊമെന്റ്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കി. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു, one of the two bonus issue has been took place in October 2014. ഒക്ടോബർ 2014 അവരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? ബോണസ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എത്രയാ ബോണസ് ഇഷ്യൂ നടത്തിയേക്കുന്നത്? എത്രയാ മക്കളെ ബോണസ് ഇഷ്യൂ നടത്തിയേക്കുന്നത്? 142 ആണ് ബോണസ് ഇഷ്യൂ നടത്തിയേക്കുന്നത്. എന്ന് വെച്ചാൽ അപ്പൊ എത്രയായിരിക്കും? 50 ആണ് നമുക്കുള്ളത്. അപ്പം 50 into 142 ആണ്. അപ്പൊ 1/2 ആണ് വരും അല്ലെ? അപ്പൊ എത്ര വരും? എത്രയാ ഒരു ബോണസ് ഇഷ്യൂ വഴി കൊടുത്തേക്കുന്നത്? 25 million ആണ്. അപ്പൊ ഈ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ നമ്മൾ എവിടുന്ന പൈസ എടുത്ത് കൊടുക്കുക? റീറ്റേൺ ഏർണിംഗ്സിൽ നിന്നല്ലേ? ഇവർക്ക് ഇപ്പൊ റീവാലുവേഷൻ സർപ്ലസ്, ഇവർക്കിപ്പം ക്യാപിറ്റൽ പോട്ടെ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ റീറ്റേൺ ഏർണിംഗ്സിൽ നിന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ബോണസ് ഇഷ്യൂ നടത്തിയേക്കുന്നതിന്റെ എമൗണ്ട് ഇവിടുന്ന് കുറയും. അപ്പൊ ബോണസ് ഇഷ്യൂ നടത്തിയേക്കുന്നതിന്റെ എത്ര കുറയണം? 25 കുറയണം, ശരിയല്ലേ? ഇനി റീറ്റേൺ ഏർണിംഗ്സ് അവര് പിന്നെ റൈറ്റ്സ് ഇഷ്യൂ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്സ് ഇഷ്യൂ നടത്തുമ്പോൾ റീറ്റേൺ ഏർണിംഗ്സിന്റെ അകത്ത് എന്തെങ്കിലും ഇമ്പാക്ട് വരുമോ? ഇല്ല.
അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം. പ്രോഫിറ്റ് ഫോർ ദി ഇയർ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 40 million ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് എന്ത് പറയാം? പ്രോഫിറ്റ് 40 million അഡീഷണലി വന്നിട്ടുണ്ട്. ഇനി വേറെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? പ്രോഫിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ നമ്മളോട് പറഞ്ഞു അവർ ആ ബോണസ് ഈ പ്രാവശ്യം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ആ ഡിവിഡൻഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? അവർ ഡിവിഡൻഡ് 10 million പിന്നീട് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ടില്ല, അപ്പൊ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട. ഇവരവരെ റീവാലുവേഷനും കാര്യങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞു. റീവാലുവേഷൻ റിസർവിലെ വരുള്ളൂ. പക്ഷെ അവർ എക്സസ് ഡിപ്രിസിയേഷൻ എങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞു? റീറ്റേൺ ഏർണിംഗ്സിലേക്കാണ് അയച്ചേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഡിപ്രിസിയേഷൻ റീറ്റേൺ ഏർണിംഗ്സിലേക്ക് അയച്ചിട്ടുണ്ട്. അതപ്പം 2 million അങ്ങനെയും കയറി വന്നിട്ടുണ്ട്. അപ്പം ഈ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാന്ന് നോക്കി. ഈ ടോട്ടൽ എമൗണ്ട് എത്രയാ? 110 plus 40 plus 2 minus 25 എത്രയാ വരിക? എത്രയാ? 127. അപ്പൊ 127 അല്ലേ ശരിക്കും ഈ വർഷം വരേണ്ട റീറ്റേൺ ഏർണിംഗ്സിന്റെ വാല്യൂ അല്ലേ? എത്രയേ റീറ്റേൺ ഏർണിംഗ്സ് വന്നിട്ടുള്ളൂ? ആക്ച്വലി എത്രയാ റീറ്റേൺ ഏർണിംഗ്സ് വന്നേക്കുന്നത്? 123 ആണ് വന്നേക്കുന്നത്. അപ്പം എത്രയാണ് വരേണ്ടത് അത്രയും വന്നിട്ടില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കില്ല നമ്മൾ ഈ പ്രാവശ്യം ഡിവിഡൻഡ് ആയിട്ട് എടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ആയിരിക്കും ഡിവിഡൻഡ് ആയിട്ട് വരുന്നുണ്ടാവുക. 4 ഉണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ 1 4 is the answer. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആയ എല്ലാവർക്കും? സാർ അവിടെ എക്സസ് ഡിപ്രീസിയേഷൻ റീറ്റേൺ ഏർണിംഗ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തതല്ലേ? ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിന്റെ അകത്തേക്ക് ഡിപ്രിസിയേഷൻ കൂട്ടുകയല്ലേ ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇത്രേ ചെയ്തുള്ളൂ. പ്രീവിയസ് ഇയറിൽ റീറ്റേൺ ഏർണിംഗ്സ് എത്ര ഉണ്ടായി? 110 ഉണ്ടായിരുന്നു. അതിന്റെ അകത്തേക്ക് നമ്മൾ ബോണസ് ഇഷ്യൂ ഈ പ്രാവശ്യം നടന്നപ്പോൾ 25 million കുറഞ്ഞു. അപ്പൊ 25 million കുറച്ചു. പ്രോഫിറ്റിന്റെ എമൗണ്ട് കറന്റ് ഇയറിൽ ആഡ് ചെയ്തു. ഡിപ്രിസിയേഷൻ അവർ പറഞ്ഞു റീറ്റേൺ ഏർണിംഗ്സിലേക്ക് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. അപ്പൊ നമ്മളും തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. അപ്പം ശരിക്കും ഈ വർഷം തന്നെ റീറ്റേൺ ഏർണിംഗ്സിന്റെ വാല്യൂ 127 ആണ്. പക്ഷെ ആക്ച്വലി റീറ്റേൺ ഏർണിംഗ്സ് വന്നേക്കുന്നത് 123 ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 million അതായിരിക്കും കറന്റ് ഇയർ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തത്. മനസ്സിലായോ? ഓക്കെ, അപ്പം അതായത് പറഞ്ഞ് ഇത് നമ്മുടെ ഓഡിറ്റിങ്ങിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ അല്ല. നമുക്ക് എവിടെ ഇല്ല ഇങ്ങനെ ഒരു കാര്യം. ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ യുവർ എഫ്ആറിന്റെ അകത്ത് പഠിക്കാനുള്ള കാര്യമാണിത്. ഓക്കെ, ഇനി നോക്കി നമ്മുടെ ഓഡിറ്റിങ്ങിനെ പ്യൂർലി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ. സെലക്ട് ദ അസേർഷൻ ടെസ്റ്റഡ് ബൈ ഫോളോയിങ് പ്രൊസീജിയർ. ഫസ്റ്റ്, ഇൻസ്പെക്ട് ദ ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സ് റിപ്പോർട്ട്. ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ടിന്റെ റിപ്പോർട്ട് നമ്മൾ നോക്കുന്ന ഏത് അസേർഷന് വേണ്ടിയിട്ടായിരിക്കും? വാല്യുവേഷൻ. എക്സാക്ട്ലി. മാച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ടു ദ ഇൻഡിപെൻഡന്റ് എക്സ്പേർട്സ് റിപ്പോർട്ട് ആൻഡ് നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ. ഏതാ വരിക? കംപ്ലീറ്റ്നെസ് ആണോ എക്സിസ്റ്റൻസ് ആണോ? കംപ്ലീറ്റ്നെസ് ആണോ എക്സിസ്റ്റൻസ് ആണോ? ഇത് ഫ്ലോർ ടു ഷീറ്റ് ആണോ ഷീറ്റ് ടു ഫ്ലോർ ആണോ? ഇറ്റ്സ് ഫ്ലോർ ടു ഷീറ്റ്. ശരിയല്ലേ? കാരണം എന്താ? ഫിസിക്കലി ഇരിക്കുന്ന പ്രോപ്പർട്ടി എവിടെ ഉണ്ടോന്നാണ് നോക്കുന്നത്? നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ ഉണ്ടോന്നാണ് നോക്കുന്നത്. സോ ഇറ്റ്സ് ഫ്ലോർ ടു ഷീറ്റ്. ഫ്ലോർ ടു ഷീറ്റ് ആകുമ്പോൾ ഏതാണ്? കംപ്ലീറ്റ്. റീകാൽക്കുലേറ്റ് ദ ഡിപ്രിസിയേഷൻ ഓൺ റീവാല്യൂഡ് പ്രോപ്പർട്ടി. റീകാൽക്കുലേഷൻ അല്ലെ റീപെർഫോമൻസ് ചെയ്യുന്ന ഏത് അസേർഷന് വേണ്ടിയിട്ടായിരിക്കും? വാല്യുവേഷൻ. ഇൻസ്പെക്ട് ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് നടത്തിയോ എന്ന് അറിയാൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കുന്നു. അപ്പൊ ഏതായിരിക്കും? എക്സാക്ട്ലി, പെർഫെക്റ്റ്. ഇനി നോക്കിയ മക്കളെ 139. Which two of the following statement are false in relation to equity and reserves? Equity and reserves are material by nature. ആണോ? അല്ലെ? ഇക്വിറ്റിയും റിസർവ്സും എപ്പോഴും മെറ്റീരിയൽ ആയിരിക്കുമല്ലോ യൂഷ്വലി. അതെ. The audit must check the total equity and reserves are the same as the total asset on the statement of financial position. It's a very simple question. Correct ആണോ തെറ്റാണോ? തെറ്റ്. എന്തുകൊണ്ടാണ് തെറ്റായേക്കുന്നത്? ഇക്വിറ്റിയും ലയബിലിറ്റിയും +1 പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? അസറ്റ്സ് ഈസ് ഈക്വൽ ടു എന്തെന്നാ പഠിച്ചിട്ടുള്ളത്? ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ് പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഇക്വിറ്റി പ്ലസ് റിസർവ് ഈസ് ഈക്വൽ ടു അസറ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അല്ല. So it's a false. Okay, the basic accounts ആണ്. The auditor will rely mainly on substantive analytical procedure when auditing equity and reserves. Equity and reserves ചെയ്യുമ്പോൾ analytical procedures മാത്രം ചെയ്ത് റിലേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ആണോ? ടെസ്റ്റ് ഓഫ് ഡീറ്റെയിലും എല്ലാം ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യേണ്ട ഏരിയ ആണിത് അല്ലേ? കാരണം ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ബാലൻസ് ആണ്. മൂവ്മെന്റ് ഓൺ ഇക്വിറ്റി ആൻഡ് റിസർവ്സ് മസ്റ്റ് ബി ഷോൺ ഇൻ SOC, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിക്കകത്ത് മൂവ്മെന്റ് ഇൻ ഇക്വിറ്റി ആൻഡ് റിസർവ്സ് കാണിക്കണം. കറക്റ്റ് ആണോ? അല്ലെ? അതിനുവേണ്ടിയിട്ടല്ലേ SOC നമ്മൾ ഉണ്ടാക്കുന്നത്.
Yes. Dividend proposed must be disclosed in the financial statements. Dividend എത്രയാണ് propose ചെയ്തേക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റൈറ്റ് ആൻസേഴ്സ് എന്ന് പറഞ്ഞ ഏതാണ്? ഇറ്റ്സ് 2 and 3. ക്ലിയർ ആയോ? Yes, sir. And the final question, having completed the audit of share capital and reserves, you are now auditing directors' emoluments. നമ്മളോട് directors' emolumentsന്റെ ഓഡിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. Which of the following procedures should be performed to test the completeness of directors' emoluments? Director's emoluments complete ആണോ എന്ന് അറിയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. First, obtain the breakdown of payment made to each director, recalculate the total and agree to the financial statements. Correct ആണോ? Yes. Correct ആണ്. Yeah. Trace the amount included in the breakdown of directors' emoluments to bank and cash book. Correct ആണോ? നോക്കിക്കേ. Trace the amount of breakdown of directors' emoluments. Directors' emoluments ന്റെ breakdown നോക്കി, എന്നിട്ട് ക്യാഷ് ബുക്കിന്റെ അകത്തും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തും സെയിം തന്നെയാണോ വന്നേക്കുന്നത് നോക്കി. കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. ഇവിടെ 10 ഉണ്ടെങ്കിൽ അവിടെ 10 ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആണെന്നല്ലേ അർത്ഥം? അല്ലേ? കംപ്ലീറ്റ്നെസ് അല്ലേടാ നോക്കുന്നത്. അതായത് നമ്മളിവിടെ എന്താ ചെയ്ത് ഡയറക്ടേഴ്സ് ഇമോളുമെന്റ്സിന്റെ ബ്രേക്ക് ഡൗൺ എടുത്തു. 10 ട്രാൻസാക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെയിം 10 തന്നെ ക്യാഷ് ബുക്കിനകത്തും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിനകത്തും ഉണ്ടോ നോക്കി. കംപ്ലീറ്റ്നെസ് അല്ലേ? അതെ, കംപ്ലീറ്റ്നെസ് തന്നെയാണ്. ഓക്കെ. Then review the board minutes for the detail of bonus or additional payments are made to directors. Directors എന്തെങ്കിലും additional payments or bonus കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാൻ ബോർഡ് മിനിറ്റ്സ് നോക്കാൻ പറഞ്ഞു. കംപ്ലീറ്റ്നെസ് ആണോ? ആണോ മക്കളെ? ബോർഡ് മിനിറ്റ്സ് പ്രകാരം അഡീഷണലി പുതിയ എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കി. എന്നിട്ട് ആ സെയിം പേയ്മെന്റ് ഡയറക്ടറിന്റെ ഇമോളുമെന്റ്സിന്റെ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. കംപ്ലീറ്റ് ആണോ എന്ന് അറിയാനല്ലേ നമ്മൾ നോക്കുന്നത്? Yes, sir. Yeah, that's right. And finally, inspect the director's service contract for salary and trace through payroll report for the year. അതായത് ഡയറക്ടറിന്റെ സർവീസ് കോൺട്രാക്ട് പ്രകാരം എത്ര പേയ്മെന്റ് കൊടുക്കണമെന്ന് നോക്കി, അവരുടെ പേറോൾ റിപ്പോർട്ട് എടുത്ത് നോക്കി, സെയിം പേയ്മെന്റ് ആണോ വന്നേക്കെന്ന് നോക്കി. കംപ്ലീറ്റ്നെസ് ആണോ? Yes, sir. അതെ. അപ്പൊ ഏതാ ആൻസർ? ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഞാനിത് മുന്നേ ചെയ്തതായിരുന്നു. അപ്പൊ കിറ്റ് റെഫർ ചെയ്യുന്നേരം അവര് 2 കംപ്ലീറ്റ്നെസ് അല്ല റെഫർ ചെയ്യുന്നത് എന്നാ പറഞ്ഞത്. ഓപ്ഷൻ 2 വരൂല എന്നാണ് പറയുന്നത് കിറ്റില്. ഓപ്ഷൻ 2 വരും കേട്ടോ. ഓപ്ഷൻ 2 വരും. അപ്പൊ അത് കിറ്റിലുള്ള തെറ്റായിരിക്കും അല്ലെ? ഓപ്ഷൻ 2 ഉണ്ട്. ഓപ്ഷൻ 2 റൈറ്റ് ആൻസർ ആണ്. ഓൾറൈറ്റ്. അപ്പം ഏതൊക്കെയായിരിക്കും വരുന്നുണ്ടാവുക? ഇറ്റ്സ് 1, 2, 3 and 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ പ്രോപ്പർലി എല്ലാവർക്കും? യെസ് സർ. ഇനി നോക്കി, റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ്. നെക്സ്റ്റ് റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗിന്റെ ഏരിയ എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. And out of the review and reporting area, we are going to start with the 156. Okay, so let's start with it. Appo ellaru gaan cheyide 156 ഒന്ന് start ചെയ്തേ. 156 review and reporting area ആണ്. നോക്കി എല്ലാരും. It is 1st July 2015. You are an audit manager in Belkin and Co, responsible for the audit of Samsung Co, a large listed retailer. The audit for the year ended 31st March 2015 is nearing completion, and the auditor's report is due to be signed next week. You have been informed that the finance controller left Samsung Co on 28th Feb 2015 as part of the subsequent event audit procedures. You reviewed post-year bond minutes and discovered that legal case for unfair dismissal has been brought against Samsung Co by the finance controller. During a discussion with the human resource director of Samsung Co, you established that the company received notice of proposed legal claim on 10th April 2015. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാ? നമ്മളോട് പറഞ്ഞു നമ്മുടെ ഒരു ഫിനാൻസ് കൺട്രോളർ നമ്മുടെ കമ്പനിയിൽ നിന്ന് ലെഫ്റ്റ് ആയിരുന്നു. സബ്സിക്വന്റ് ഇവന്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കുന്നതിന്റെ പാർട്ടായിട്ട് നമുക്ക് മനസ്സിലായി പോസ്റ്റ് ഇയർ ആൻഡ് ബോർഡ് മിനിറ്റ്സ് നോക്കിയപ്പം ഒരു ലീഗൽ കേസ് ഉണ്ട് അൺഫെയർ ഡിസ്മിസലുമായിട്ട് റിലേറ്റ് ചെയ്ത്. ആൻഡ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം കമ്പനിക്ക് ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള നോട്ടീസ് കിട്ടി എന്നാണ് പറഞ്ഞേക്കുന്നത്. The HR director told you that Samsung company's lawyer believes that the finance controller's claim is likely to be successful, but estimated that 1,50,000 is a maximum amount of compensation which would be paid. However, the directors do not intend to make any adjustment for a provision or to include any disclosures in the financial statements relating to the issue. നമ്മളോട് പറയണ HR ഡയറക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ HR ഡയറക്ടർ പറഞ്ഞ എന്താ,
ഫിനാൻസ് കൺട്രോളറിന്റെ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ അവർ സക്സസ്ഫുൾ ആവും എന്നാണ് പറഞ്ഞത്, ഫിനാൻസ് കൺട്രോളർ. അത് കാരണം കൊണ്ട് 1,50,000 നമ്മൾ മാക്സിമം കോമ്പൻസേഷൻ അത്രേ കൊടുക്കേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിസ്ക്ലോഷേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ വില്ലിംഗ് അല്ല. കമ്പനിയുടെ ഡ്രാഫ്റ്റ് പ്രോഫിറ്റ് എത്രയാണ്? 6.5 മില്യൺ ആണ്. റവന്യൂ 66 മില്യൺ ഉണ്ട്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചേക്കാണ്, സബ്സീക്വന്റ് ഇവന്റ് പ്രൊസീജിയർ ഷുഡ് ബി പെർഫോം ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് വിച്ച് ഡേറ്റ്? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡേറ്റ് ആൻഡ് വിച്ച് ഡേറ്റ്? ഏതൊക്കെ ഡേറ്റ്സ് തമ്മിലുള്ള ഇവന്റ്സിനെയാണ് സബ്സീക്വന്റ് ഇവന്റ്സ് വിളിക്കുക? ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതാരും തിരിച്ചിട്ടില്ലല്ലോ? നോ. ഓക്കെ. നെക്സ്റ്റ് വൺ. Which of the following audit procedures should be performed to form a conclusion as to whether the financial statements require amendment in relation to unfair dismissal claim? Unfair dismissal ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അമെൻമെന്റ് ചെയ്യണമെന്ന് അറിയാൻ ഇതിൽ ഏത് പ്രൊസീജിയർ പെർഫോം ചെയ്യണം എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കി. ഫസ്റ്റ് വൺ, ഇൻസ്പെക്ട് റെലവന്റ് കറസ്പോണ്ടൻസ് വിത്ത് സാംസങ് കമ്പനീസ് ലോയേഴ്സ്. കറക്റ്റ് ആണോ? യെസ് സർ. Yes, sir. Write to finance controller to confirm the claim and level of damages. No. Is there a right point? Ano? No. Review post-year in cash book and bank statements for the evidence the claim has been settled. Correct ano? Yes. Yeah. Request management confirms with the view in a written representation letter. Written representation management in the correct ano? Yes sir. Correct. So the answer is it's 1, 3 and 4. 1, 3 and 4. Okay. See. Select the type of opinion that is appropriate and the nature of additional communication necessary if unfair dismissal case is not adjusted for or disclosed within the financial statements. Unfair dismissal adjust ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു 1,50,000 എന്ന് പറയുന്ന മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ നോക്കണം. മെറ്റീരിയൽ ആണോ? എങ്ങനെ മനസ്സിലായത്? അല്ലേ, രണ്ട് രീതിയിൽ നോക്കാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാ, 6.5 മില്യൺ പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് എടുക്കേണ്ടത്? 5% എടുക്കുക. എത്ര വരിക? 6.5 മില്യന്റെ 5%? 325,000. എത്ര? 325,000. അപ്പം നമുക്ക് 325,000 എന്ന് പറയുന്നതിനേക്കാളും മേലെയാണ് ഈ എമൗണ്ട്? അല്ല, ഇത് ഇമ്മെറ്റീരിയൽ ആണ്. ഇമ്മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് പെർവേസീവ് ആണോ നോക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇമ്മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക? Unmodified. വേറെ എന്തെങ്കിലും ഫർദർ പറയേണ്ട ആവശ്യമുണ്ടോ? No addition. No additional communication. Yeah. You are drafting the auditor's report for Samsung company and the audit engagement partner has reminded you that Samsung company is a listed company. The report will need to include a key audit matters section. According to ISS 701, communicating key audit matters in the independent auditor's report, which of the following should be included in the key audit matters section of the auditor's report? Key auditors matters in the KM in the include ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ഇൻക്ലൂഡ് ചെയ്യേണ്ട KM ന്റെ അകത്ത്? Significant judgment എല്ലാം. ഓഡിറ്ററിന്റെ ജഡ്ജ്മെന്റ് പ്രകാരം കറന്റ് ഇയർ ഓഡിറ്റിന്റെ സമയത്ത് എന്തൊക്കെയാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് തോന്നിയത് അതാണ് ഓഡിറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ സിഗ്നിഫിക്കന്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരിക്കും? കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരിക്കും. പക്ഷെ ഇവർ ഈ പറഞ്ഞേക്കുന്ന കറക്റ്റ് ആണോ? എന്തൊക്കെയാണോ നിങ്ങൾ ദോസ്താജുദ് ഗവൺസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അതെല്ലാം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? We have to select from that. We have to select from that. അതായത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് ആൻസർ. മനസ്സിലായോ? Yes sir. Finally, 1 month after the financial statements were issued, the legal claim was finalized with the court awarding compensation of 500,000 to the ex-financial controller. The directors of Samsung company has contacted Belkin and Co to inform them of the outcome. നമ്മളോട് പറഞ്ഞു ഇയർ എൻഡ് കഴിഞ്ഞപ്പോൾ അവർ 500,000 കോമ്പൻസേഷനെ കുറിച്ച് അറിഞ്ഞു. അപ്പം ഡയറക്ടറിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു ഈ ഒരു ഔട്ട്കത്തിനെ കുറിച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ ആക്ഷൻസ് നമ്മൾ എടുക്കേണ്ടത്? First and fourth. സെക്കൻഡ് വൺ എന്താ വരാത്തന്നോ? Written representation. അതെന്താ വരാത്തെന്ന് ചോദിച്ചാല് നമ്മള് സ്റ്റാൻഡേർഡിന്റെ അകത്ത് ക്ലിയർ കട്ട് ആയിട്ട് പഠിച്ചതായിരുന്നു about the steps that we need to consider in case if we get an information that have occurred after the date of auditor's report. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ ഡേറ്റിന് ശേഷം ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ കാര്യം മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ദോസ് ചാർജ് വിത്ത് ഗവർണൻസുമായിട്ട് ആ കാര്യം ഡിസ്കസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? മാനേജ്മെന്റിനോട് ചോദിക്കണം എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇത് കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് അവർ എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ നോക്കാം. അവർ അമെൻഡ് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
എന്തുകൊണ്ടാണ് അമെന്റ് ചെയ്യാൻ വില്ലിംഗ് ആവാത്തതെന്ന് പറഞ്ഞിട്ട് അവരുടെ റിട്ടേൺ പ്രസന്റേഷൻ വായിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ആദ്യം ഈ കാര്യം മാനേജ്മെന്റിനോടും ദോസ്താജുദ്ദോടും ഡിസ്കസ് ചെയ്യുക. അവരെങ്ങനെയാണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് ചോദിക്കുക. അതിനുശേഷമാണ് ഫർദർ എന്തെല്ലാം ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും പ്രോപ്പർലി മനസ്സിലായോ? Yes, sir. Okay. And the second last question, which is the 40th to 45th question in our order, question number 161 to 165. So please start with the question number 161 to 165. All right. So let's look at the question. And comparatively, very simple question. Reporting part. It is 1st July 2015. You are the audit manager in C&Co. You are responsible for the audit of Mississippi company for the year ended 31st March 2015. Audit is nearing completion and the auditor's report is due to be signed next week. The draft financial statements recognizes revenue of 18 million. The draft annual report of Mississippi company contains a chairman's statement in which chairman has commented that she is pleased to report an increase in revenue of 20% this year. The report also includes a operating review, corporate responsibility report, financial statements and notes to the financial statements. The directors of Mississippi company have indicated that they intend to distribute the annual report to the prospective investors in order to obtain additional finance. The auditor's engagement partner has informed the directors that the auditor's report is only intended for reliance by existing shareholders and that no liability will be assumed to any other third party. The audit engagement partner has asked you to draft the auditor's report for Mississippi company and request that a paragraph referring to this restriction of liability is included. നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മിസിസിപ്പി കമ്പനിയാണ് ഓഡിറ്റ് ചെയ്യാനായിട്ട് ചെന്നേക്കുന്നത്. അവിടുത്തെ ഫിനാൻസ് ഡയറക്ടർ അവരെന്ത് ചെയ്യാൻ പോവാണ്? ആനുവൽ റിപ്പോർട്ടും കൂടി ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്, ഓപ്പറേറ്റിംഗ് റിവ്യൂവിന്റെ റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മിസിസിപ്പി കമ്പനിയുടെ ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ട് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിന് അഡീഷണൽ ഫിനാൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ പറഞ്ഞു നമുക്ക് അവരോട് റെസ്പോൺസിബിലിറ്റി ഇല്ല, നമ്മുടെ യൂസേഴ്സിനായ ഷെയർ ഹോൾഡേഴ്സിനോട് മാത്രം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതേക്കുറിച്ചിട്ട് നിങ്ങളോട് ഒരു പുതിയ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് 161 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചതാണ്, which of the following statement best describes the auditor's responsibility in respect of additional information? അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ആദ്യമേ ചോദിച്ചേക്കുന്നത്. എന്താ മക്കളെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു? 710. Auditor provide limited assurance over the completeness and accuracy of additional information. Correct or no? Allah. Auditor must read the other information to ensure consistency with the financial statements and their knowledge of entity obtained during the audit. Correct or no? True. True. അതായത് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യലും ഫിനാൻഷ്യലും ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. ആ അതർ ഇൻഫർമേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്ത് രണ്ടും കൺസിസ്റ്റന്റ് ആണെന്ന് എൻഷുർ ചെയ്യാന്നുള്ളതാണ് ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ കറക്റ്റ് വൺ ഏതാണ്? ഇറ്റ്സ് സെക്കൻഡ് വൺ. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ, which of the following section of Mississippi company's annual report would not be considered as other information? ആനുവൽ റിപ്പോർട്ടിന്റെ അകത്തെ ഈ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതിൽ ഏതാണ് അതർ ഇൻഫർമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യത്തില്ലാത്തതെന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. ഏതാ അതർ ഇൻഫർമേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ലാത്ത? നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കാരണം എന്താ? നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി കോമ്പണന്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സിമ്പിൾ വൺ. നെക്സ്റ്റ് വൺ നോക്കിയേ. How should the inconsistency between the chairman's statements and financial statements to be referred to in the auditor's report in Mississippi company? Mississippi companyയുടെ auditor's reportന്റെ അകത്ത് എവിടെയാണ് ഈ അതർ ഇൻഫർമേഷനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. എവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതർ ഇൻഫർമേഷൻ എവിടെ മക്കളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? അതർ ഇൻഫർമേഷൻ സെഷന്റെ അകത്ത് വേണം അതർ ഇൻഫർമേഷനെ കുറിച്ച് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. കറക്റ്റ്. ഇനി നോക്കി 164. Select whether the following statements are true or false in relation to the referring to chairman statements in the auditor's report of Mississippi company.
ഇവിടെ നമ്മളോട് ചെയർമാൻ സ്റ്റേറ്റ്മെന്റ് അത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. നോക്കി എല്ലാവരും ഇതിനകത്ത് ഏതൊക്കെയാണ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, users may be misleaded if the other information contain incorrect information or informations which contradicts with the financial statements such as chairman statement. നിങ്ങളോട് പറഞ്ഞു യൂസേഴ്സ് മിസ്ലീഡഡ് ആവും അതർ ഇൻഫർമേഷൻ അത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ട്രൂ ആണോ ഫോൾസ് ആണോ? True. Users may believe that the auditor has not audited the financial statements properly if an inconsistency is not highlighted. Other information financial statements നമ്മളുടെ ഇൻകൺസിസ്റ്റൻസി നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഓഡിറ്റർ പ്രോപ്പർലി ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് യൂസേഴ്സിന് തോന്നുന്നു. കറക്റ്റ് ആണോ? ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണോ ഫോൾസ് ആണോ? ഇറ്റ്സ് ട്രൂ. കാരണം ഇങ്ങനെ ഓർത്ത് നോക്കും മക്കളെ, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും കൂടെ എടുത്ത് നോക്കി, സോറി അതർ ഇൻഫർമേഷൻ കൂടെ എടുത്ത് നോക്കി. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്തുള്ള സോറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള അതർ ഇൻഫർമേഷൻ അത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കില്ലേ ഈ ഓഡിറ്റർ എന്താ ചെയ്തു വെച്ചേക്കുന്നത്, ശരിയല്ലേ? സോ ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഓഡിറ്റർ മസ്റ്റ് എക്സ്പോസ് മാനേജ്മെന്റ്സ് ഇൻകോമ്പിറ്റൻസ്. മാനേജ്മെന്റിന് നോളജ് ഇല്ലാത്തതിനെ കുറിച്ച് ഓഡിറ്റർ ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയോ? Then inconsistency may undermine the credibility of the auditor's report if not highlighted. അതായത് ഇൻകൺസിസ്റ്റൻസി നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലുള്ള ക്രെഡിബിലിറ്റി കുറഞ്ഞു പോകുന്നു. ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. അപ്പം ഫസ്റ്റ് ടു ട്രൂ, തേർഡ് വൺ ഈസ് ഫോൾസ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അഗൈൻ ട്രൂ. ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. Finally, in respect of the partner's request for restricting liability, how should this be addressed in the auditor's report? പാർട്ണർ ലയബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് എവിടെയാണ് കാണിക്കേണ്ടത്? എവിടെയാണ് കാണിക്കേണ്ടത്? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിന്റെ അകത്ത് എന്താണെന്ന് കാണിക്കുന്നത്? ഓൾറെഡി അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ് ഇവിടെ കാണിക്കുക. എംഫസിസ് പാരഗ്രാഫ് കാണിക്കും. അപ്പൊ എംഫസിസിന്റെ അകത്ത് പറയാൻ പറ്റുമോ അത്? ഇല്ല. അപ്പൊ എവിടെയാ പറയേണ്ടത്? അതർ മാറ്റർ പാരഗ്രാഫ് വേണം പറയാൻ. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ, കറണ്ട് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചോ അഡീഷണലി എന്തെങ്കിലും പറയണമെങ്കിൽ അത് ഓഡിറ്റർ എവിടെയായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക? ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ അതർ മാറ്റർ പാരഗ്രാഫ്. അതുകൊണ്ട് തന്നെ അതർ മാറ്റർ പാരഗ്രാഫിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ പ്രോപ്പർലി എല്ലാവർക്കും? Yes, sir. ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ? Yes, sir. Okay, fine. And now we are going on to the last question. That's the 50th set of question. So question number 196 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Question number 196. So അപ്പോൾ എല്ലാവരും കാര്യം ചെയ്തേ, വേഗം question number 196 ഒന്ന് എടുത്തേ. And please start with this question. Question number 196. So നോക്കിയേ, the last question, it's 196. It is 1st July 2015. You are the audit manager in S&Co, responsible for the audit of Panda Company for the year ended 31st March 2015. The draft financial statement shows revenue of 55 million and profit before taxation of 5.6 million. Panda Company manufactures chemical and has factory and 4 off-site storage location for finished goods. The final audit is almost complete and the financial statements and the auditor's report are due to be signed next week. The following 2 events have occurred subsequent to the year end. No amendment or disclosure have been made in the financial statements in respect of 2 events. നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പാൻഡ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റ് ചെയ്യാൻ ചെന്നാണ്. ഷിഫു ആൻഡ് കോയിലെ ഓഡിറ്റ് മാനേജർ ആണ് നിങ്ങൾ. പാൻഡ കമ്പനി കെമിക്കൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അവർക്ക് കുറെ ഓഫ് സൈറ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ 2 സബ്സിക്വന്റ് ഇവന്റ്സ് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ അമെന്റ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് സബ്സിക്വന്റ് ഇവന്റ് എന്താന്ന് നോക്കി, ഡിഫക്റ്റീവ് കെമിക്കൽ. Chemical are manufactured up to 1 month before dispatch to enable Panda Company to undertake extensive quality control check prior to dispatch. Testing on 3rd April 2015 found that a batch of chemical produced in March 2015 was defective. The cost of batch was 8,50,000. It is current year condition. Under the current year condition, it can be sold at a scrap value of 1 lakh with selling cost of 1,000. The cost of correcting the defect are too significant for Panda Company's management to consider this as an alternative option. നിങ്ങളോട് പറഞ്ഞ എന്താ? ഒന്ന്, അവരൊരു കെമിക്കൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്പാച്ച് ചെയ്യുന്നതിന് 1 month മുന്നേ ആണ് അവർ ആ കെമിക്കൽ മാനുഫാക്ചർ ചെയ്ത് വെക്കുന്നത്. കാരണം ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. നിങ്ങളോട് പറഞ്ഞു പക്ഷേ ആ കെമിക്കലിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഡിഫക്റ്റീവ് കെമിക്കലാണ്. അത് നിങ്ങൾ ഇയർ എൻഡ് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ആണ് കണ്ടുപിടിച്ചത്. ബട്ട് നിങ്ങളോട് പറഞ്ഞു ആ ഒരു പർട്ടിക്കുലർ കെമിക്കൽ എന്ന് പറയുന്നതിന്റെ വാല്യൂ 8,50,000 ആയിരുന്നു കോസ്റ്റ്. പക്ഷെ അതിന്റെ കറന്റ് ഉള്ള സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 100,000 മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് സെല്ലിംഗ് കോസ്റ്റ് 1,000 ആവും. ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് വിൽക്കാൻ പറ്റില്ല, കാരണം അതിനൊരു സിഗ്നിഫിക്കന്റ് എക്സ്പെൻസ് ആവുമെന്ന് പറഞ്ഞു.
അടുത്തൊരു എക്സ്പ്ലോഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. An explosion occurred at a smallest of the 4 offsite storage locations on 20th April 2015. This resulted in some damages to inventory and property, plant and equipment. Panda Company's management has investigated the cause of explosion, believes that they are unlikely to be able to claim on their insurance. Management of Panda Company has estimated that the value of damaged inventory, property, plant and equipment was 900,000 and it is now has no scrap value. നിങ്ങളോട് പറഞ്ഞു 20th April after the year ന്റെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇൻവെന്ററിയും പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് ഒക്കെ ഡാമേജ്ഡ് ആയി എന്ന് പറഞ്ഞു. അവിടെ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയത് നിങ്ങളുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഇൻവെന്ററി ആൻഡ് അസറ്റ് എന്ന് പറയുന്നത് 900,000 ആണെന്ന് പറഞ്ഞു. ഇനി സ്ക്രാപ്പ് വാല്യൂ ഇല്ല എന്നും പറഞ്ഞു. ഇത്രയാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, സെലക്ട് ദ ഓപ്ഷൻ വിച്ച് കറക്റ്റ്ലി ഐഡന്റിഫൈസ് വെദർ ഇവന്റ്സ് ആർ അഡ്ജസ്റ്റിംഗ് ഓർ നോൺ അഡ്ജസ്റ്റഡ്. ഇവന്റ്സ് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടാത്തതെന്നാണ് നിങ്ങളോട് ആദ്യമേ ചോദിച്ചേക്കുന്നത്. ഇതിനകത്തെ ഫസ്റ്റ് ഇവന്റ് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ? Is that an adjusting event or a non adjusting event? Adjusting event ആണ്. എങ്ങനെ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെന്ന് മനസ്സിലായത്? Yeah, it's an event that has an existence before the year end. Year endന് മുന്നേ ഉണ്ടായതല്ലേ അത്? അപ്പൊ അത് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണ്. സെക്കൻഡ് വൺ അഡ്ജസ്റ്റിംഗ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ആണോ? നോൺ അഡ്ജസ്റ്റിംഗ്. കാരണം എന്താ? ഇയർ എൻഡിന് ശേഷമാണ് കംപ്ലീറ്റ്ലി ഉണ്ടായത്. അപ്പൊ ഇറ്റ്സ് എ നോൺ അഡ്ജസ്റ്റിംഗ്. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് നോൺ അഡ്ജസ്റ്റിംഗ്. Next, at what figure should the defective inventory be valued in financial statements? നമ്മുടെ ഡിഫക്റ്റീവ് ഇൻവെന്ററി എത്ര എമൗണ്ടിലാണ് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര എമൗണ്ടിലാ? കോസ്റ്റ് ഓഫ് ഇൻവെന്ററി എത്രയാ? കോസ്റ്റ് 8,50,000 ആണ് കോസ്റ്റ്. NRV എത്രയാ? എത്ര രൂപയ്ക്ക് സെല് ചെയ്യാൻ പറ്റുന്നത്? NRV എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെല്ലിംഗ് പ്രൈസ് ലെസ് സെല്ലിംഗ് കോസ്റ്റ് ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 99. എത്രയാ? 100,000 സെല്ലിംഗ് പ്രൈസ്. 100,000 ആണ് സെല്ലിംഗ് പ്രൈസ്. എത്രയാ സെല്ലിംഗ് കോസ്റ്റ്? 1,000. ഓക്കെ, അപ്പൊ 1 lakhൽ നിന്ന് 1,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 99. ഓക്കെ, എത്രയിലാണ് നമ്മൾ കാണിക്കേണ്ടത്? 8,50,000 99,000 ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV ആണ് അല്ലേ? അപ്പൊ 99,000 കാണിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇറ്റ്സ് 99,000. ക്ലിയർ ആയോ? Is it clear? Yes, sir. Yes, sir. Yeah. Next one, another very simple question. Which 3 of the following procedures should now be performed by the auditor of Panda Company? ഈ 5 ഏതാണ് 3 ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. First one, obtain written representation from the management confirming that all subsequent events have been communicated to the auditor. Obtain ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Yes. Yes. Inspect the purchase invoices to confirm cost of defective inventory. Cost of defective inventory കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് ഇപ്പൊ നോക്കേണ്ട ആവശ്യമുണ്ടോ? No. No. നമുക്ക് അറിയേണ്ടത് ഇപ്പം സ്ക്രാപ്പ് വാല്യൂ ഓഫ് ഇൻവെന്ററി ആണ് അറിയേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ് റീസെന്റ് ക്വാളിറ്റി കൺട്രോൾ റിപ്പോർട്ട് ഇൻ ടു ഐഡന്റിഫൈ അതർ ഇൻസ്റ്റൻസസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻവെന്ററി വിത്തിൻ ദ ഇൻവെന്ററി അറ്റ് 31st March 2015. 31st March 2050 മുന്നേ എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം. ക്വാളിറ്റി കൺട്രോൾ അഫക്ട് ചെയ്യുന്ന, ഇൻവെന്ററിയുടെ ക്വാളിറ്റി അഫക്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കണം. അതിപ്പോ കൺസിഡർ ചെയ്യണോ? വേണ്ട. ഇപ്പൊ നിങ്ങളോട് എന്തിനെ കുറിച്ചുള്ള പ്രൊസീജിയർ ചോദിച്ചേക്കുന്നത്? സബ്സിക്വന്റ് ഇവന്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇപ്പം? ഇല്ല. ഇപ്പൊ നിങ്ങൾ എവിടെ കൺസിഡർ ചെയ്യേണ്ടത്? ഇയർ എൻഡ് ഇൻവെന്ററി കൗണ്ട് നടത്തുന്ന സമയത്താണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് മനസ്സിലായി? ബാക്കി 2 വരുന്നുണ്ടാവും. കാരണം സ്കെഡ്യൂൾ ഓഫ് അസറ്റ്സ് നമ്മൾ നോക്കണം, എക്സ്പ്ലോഷന്റെ ഡാമേജ് എത്രയാണ് വന്നേക്കുന്നതെന്ന് അറിയാൻ. അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള കറസ്പോണ്ടൻസ് നോക്കണം, ഇൻഷുറൻസ് സക്സസ്ഫുൾ ആവുമെന്ന് അറിയാൻ. ക്ലിയർ ആയോ? Yes, sir. Yeah. Next one, which of the following statement correctly identify whether or not events of material and whether the financial statement should be amended? നിങ്ങളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഇതിലെ ഏതൊക്കെ ഇവന്റ്സ് ആണ് മെറ്റീരിയൽ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് അമെൻഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത്. ഇതിൽ ഏതൊക്കെ ഇവന്റ്സ് മക്കളെ മെറ്റീരിയൽ? 2 മെറ്റീരിയൽ ആണോ? Yes. ഓക്കെ, ഫസ്റ്റ് കേസിലെ എമൗണ്ട് ഓഫ് ഡാമേജ് എന്ന് പറയുന്നത് എത്ര? ഐ മീൻ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എത്രയാ? ഫസ്റ്റ് കേസിലെ എമൗണ്ട് ഓഫ് മിസ്റ്റേക്ക് എത്രയാ? 8,50,000 അകത്ത് എത്ര കുറച്ചാൽ മതി? 99,000 കുറച്ചാൽ മതി. അപ്പൊ കിട്ടുന്ന എത്രയാണോ അതാണ് അവിടുത്തെ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇവിടുത്തെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 900,000. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇത് കുറയ്ക്കാനൊന്നും പോകണ്ട. നേരെ എന്ത് ചെയ്യുക? 5.6 million 5% എടുക്കുക. 5.6 million 5% എടുത്തു കഴിഞ്ഞാൽ എത്ര വരും?
29,000. എത്ര? 29,000. 29,000. 5.6 million 5.6 million 5%. 2,90,000 ആണോ? 5.6 million into 56 lakhs into എത്ര എടുക്കുക? 280,000. ഓക്കെ, 280,000 ആണ് മെറ്റീരിയാലിറ്റി ലിമിറ്റ്. അപ്പൊ രണ്ട് മെറ്റീരിയൽ അല്ലേ? ഇതിൽ ഏതൊക്കെയാ അമെൻഡ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത്? അമെൻഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അഡ്ജസ്റ്റ് ചെയ്യേണ്ടതല്ല നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ FS-നകത്ത് ഏതൊക്കെ കാണിക്കണം എന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ കാണിക്കേണ്ടത്? രണ്ടും കാണിക്കണം. ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യണം, ഒരെണ്ണം എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഇവന്റ് 1 and 2 മെറ്റീരിയൽ ആണ്, രണ്ടും അമെൻഡ് ചെയ്യണം. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, assuming no amendments are made to the financial statements, which of the following will be included in the auditor's report of Panda Company? ഈ ഐറ്റം മെറ്റീരിയൽ ആണോ? അതെ, രണ്ടും മെറ്റീരിയൽ ആണ്. പക്ഷെ പെർവേസീവ് ആണോ? അല്ല, മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ് ആണ്. മെറ്റീരിയൽ ആണ്, പെർവേസീവ് അല്ല എന്നുണ്ടെങ്കിൽ ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണോ, അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണോ, എംഫസിസ് ഓഫ് മാറ്റർ കൊടുക്കണോ, കീ ഓഡിറ്റ് മാറ്റർ കൊടുക്കണോ? ബേസിസ് ഓഫ് ക്വാളിഫൈഡ് കൊടുക്കണം. കാരണം അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ എപ്പോഴാ മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. എംഫസിസ് ഓഫ് മാറ്റർ കൊടുക്കുന്ന എപ്പോഴാ? ഓൾറെഡി അപ്രോപ്രിയറ്റ്ലി പ്രസന്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആണെങ്കിലാണ്. കീ ഓഡിറ്റ് മാറ്റേഴ്സ് കൊടുക്കുന്ന എപ്പോഴാ? നമ്മൾ അതർ ദാൻ ദോസ് തിങ്സ് ദാറ്റ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ അതർ പാരഗ്രാഫ്സ് നമുക്ക് എന്തെങ്കിലും അഡീഷണലി ദോസ് ഗവൺസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ കുറിച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ച് ഓഡിറ്റർക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആൻസർ ഈസ് ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഇൻ ടോട്ടൽ നമ്മൾ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ചെയ്തു, വിച്ച് മീൻസ് ടോട്ടൽ 50 MCQs ആണ് നമ്മളിപ്പോ ചെയ്ത്. ഇത്രയും ചെയ്തപ്പോ എങ്ങനെയാണ് MCQs വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള MCQs ചെയ്തു. അപ്പം ഇനി MCQs ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ MCQ ചെയ്യാം. ബട്ട് MCQ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും മേലെ സ്പെൻഡ് ടൈം ഓൺ റിവൈസിങ് ദ തിയറീസ്. കാരണം ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ? നോ. നമ്മളിപ്പോ എല്ലാ കാറ്റഗറിയിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തു. നമ്മൾ ഇവിടെ മാത്രം റിപ്പോർട്ടിങ്ങിനെ മാത്രം 3 ക്വസ്റ്റ്യൻ ചെയ്തു. സോ നമ്മൾ ചെയ്ത സ്ഥലത്തെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി, റിപ്പോർട്ടിങ്ങിനെ 3 ക്വസ്റ്റ്യൻ ചെയ്ത 3 എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു. സോ സിനാരിയോ വിൽ കീപ് ഓൺ ചേഞ്ചിങ് ലൈക്ക് ദിസ്. സോ ഇൻ ഓർഡർ ടു കോപ്പ് അപ്പ് വിത്ത് ദ സിനാരിയോ നിങ്ങൾക്ക് എന്ത് വേണം? നോളജ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച തിയറീസ് പ്രോപ്പർലി റിവൈസ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവരും പ്രോപ്പർലി MCQs പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഫോർ പ്രാക്ടീസിങ് MCQ തിയറീസ് നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. കാരണം തിയറി റിവൈസ് ചെയ്യാതെ MCQ വായിച്ചിട്ട് ആൻസർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. MCQ എന്ന് പറയുന്നത് തിയറിനെ ബേസ് ചെയ്താണ് വരിക. പക്ഷെ ഒരിക്കലും ഡയറക്ട്ലി നിങ്ങളോട് തിയറി ചോദിക്കില്ല. ഇപ്പൊ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിൽ നമ്മൾ കണ്ടപോലെ റെയർ ക്വസ്റ്റ്യൻസ് വരാം, ഡയറക്ട്ലി തിയറി ആയിട്ട്. റെയർ ക്വസ്റ്റ്യൻസ് വരാം കാൽക്കുലേഷൻ ആയിട്ട്. ബട്ട് നോർമൽ കോഴ്സിൽ അങ്ങനെ വരില്ല. പകരം നോർമൽ കോഴ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച തിയറിറ്റിക്കൽ ഏരിയാസ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഇന്റർപ്രറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മീനിങ് കിട്ടും. അപ്പൊ എപ്പോഴും MCQs ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൈമറി ആയിട്ട് MCQs ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനാണ്? നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ നോളജ് ബേസിൽ. രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ ആ ഓരോ സിനാരിയോസും പ്രോപ്പർലി വായിക്കുക. കാരണം സിനാരിയോനെ ബേസ് ചെയ്താണ് നമുക്ക് MCQs വരിക. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി ഈസി. പിന്നെ നിങ്ങൾ ഓരോരോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് വായിക്കുമ്പോഴും സിനാരിയോ വായിച്ച് ഓർമ്മ വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കരുത്. ഓപ്ഷൻസ് വായിക്കുന്നതിനും കറസ്പോണ്ടിങ് ആയിട്ട് സിനാരിയോ വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം എല്ലാവരും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ പ്രോപ്പർലി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ MCQs ആദ്യമേ എക്സാമിന് ചെയ്യണം അവസാനം ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. പക്ഷെ ഒരു കാര്യം എൻഷുർ ചെയ്യുക, MCQs എന്ന് പറയുന്നത് എപ്പോഴും ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് വായിക്കുന്നതന്നെയാണ് നല്ലത്. കാരണം നിങ്ങൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ഭയങ്കരമായിട്ട് ടൈം ഒക്കെ എടുത്തിട്ട് എഴുതിയിട്ട് വന്നിട്ട് MCQ വായിക്കുമ്പോൾ കുറച്ചും കൂടി പാടായിരിക്കും. അതിലും എപ്പോഴും ബെറ്റർ എന്ന് പറഞ്ഞതായിരിക്കും ഏറ്റവും ആദ്യമേ MCQs വായിക്കുക എന്നിട്ട് ചെയ്യുക. ബട്ട് ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം, MCQs നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമുള്ള MCQ ഉണ്ടാവും, നിങ്ങൾക്ക് പാടുള്ള MCQ ഉണ്ടാവും. അപ്പൊ എളുപ്പമുള്ള MCQs എല്ലാം ആദ്യമേ ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഒരു ആൻസർ വായിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഫർ ഇറ്റ് ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ആൻഡ് ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം വന്നിട്ട് അത് വായിച്ചു നോക്കുക. ആൻഡ് യു ഷുഡ് നോട്ട് ലീവ് ഈവൻ എ സിംഗിൾ MCQ. കാരണം നമുക്കറിയാം നമുക്ക് ACCA നെഗറ്റീവ് മാർക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ MCQs വായിക്കണം എല്ലാവരും. ഓക്കെ, എല്ലാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ബാക്കി നമ്മുടെ റാപ്പിഡ് റിവിഷനിൽ കാണാം. റാപ്പിഡ് റിവിഷനിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് റിവൈസ് ചെയ്യാം. That's it guys. Thank you so much. Bye. Thank you.